ലൗ നജാ അഹദും മിൻ ലഗ്തത്തിൽ ഖബർ ലനജാ സഅദ് ബിൻ മുആദ്. ആ ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന്, അതിന്റെ ഞെരുക്കത്തിൽ നിന്ന്, അതിന്റെ പ്രയാസത്തിൽ നിന്ന് ആരെങ്കിലും രക്ഷപ്പെടുമായിരുന്നുവെങ്കിൽ എന്റെ അനുയായിയായ സഅദ് ബിൻ മുആദ് രക്ഷപ്പെടുമായിരുന്നുവെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെങ്കിലും രക്ഷപ്പെടുമായിരുന്നെങ്കിൽ എന്റെ അനുയായിയായ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു രക്ഷപ്പെടുമായിരുന്നുവെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പൊ ആരാണ് സഅദ് ബിൻ മുആദ് എന്ന് ഇനി പഠിക്കണം. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു ആരാണ്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട അനുയായിയാണ്, അൻസാരികളുടെ നേതാവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ മദീനയിലേക്ക് കടന്നു വരുമ്പോൾ ത്വാലഅൽ ബദ്റു അലൈനാ മിൻ സനിയാത്തിൽ വദാ വജബ ശുക്റു അലൈനാ മാ ദഅ ലില്ലാഹി ദാ എന്ന് അള്ളാന്റെ റസൂലിനെ വരവേറ്റുകൊണ്ട്, പ്രവാചകരെ വരവേറ്റുകൊണ്ട് മദ്ഹ് കീർത്തനങ്ങൾ പാടിയ അനുയായികളുടെ നേതൃപടവും അലങ്കരിച്ച വ്യക്തിയാണ് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു. ഉറക്കെ പറ, പോരല്ലോ, ഒന്നുകൂടി. അങ്ങനെ പറയാം. മറ്റേ കൊച്ചാപ്പാടെ പേര് കേട്ടോലെ അനക്കോ ഇല്ലല്ലോ. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു സാധാരണക്കാരനല്ല, അൻസാരികളുടെ നേതാവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തുമായി പ്രവാചകർ ഇൽമിന്റെ ചർച്ചയിലിരിക്കുമ്പോൾ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു തആല അൻഹു കടന്നു വരുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു അത്രേ, ഖൂമൂ ലി സയ്യിദിക്കും, നിങ്ങളുടെ നേതാവ് കടന്നു വരുന്നുണ്ട്, ആ നേതാവിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. ചരിത്രം സാക്ഷിയാണ്. തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പ്രവാചകൻ എഴുന്നേറ്റ് നിൽക്കാൻ പഠിപ്പിച്ചതായ ഒരേ ഒരു വ്യക്തിത്വം അത് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുക. കാരണം എന്താ? അൻസാരികളുടെ നേതാവാണ്. അദ്ദേഹത്തിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്ക് സയ്യിദുനാ റസൂലുള്ളാഹി. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് സ്വഹാബത്ത് ഓടി വന്നു. പ്രവാചകരോട് പറഞ്ഞു, നബിയെ, സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു പോയി നബിയെ. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വല്ലാത്ത വിഷമമായി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വീട്ടിലേക്ക് ചെല്ലുകയാണ്. മയ്യത്ത് നമസ്കരിക്കാൻ വേണ്ടി മയ്യത്ത് കുളിപ്പിച്ച് മയ്യത്ത് കട്ടിലിലേക്ക് എടുത്തു വെച്ച് ജനാസ തോളിലേറ്റുകൊണ്ട് സ്വഹാബത്ത് പള്ളിക്കാട്ടിലേക്ക് പോകുമ്പോൾ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുയായികൾ നോക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ കാല് നിലത്ത് കുത്തുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നോക്കുമ്പോൾ ഉപ്പൂറ്റിയുടെ ഭാഗം പ്രവാചകൻ കുത്തുന്നില്ല. പിന്നെ വിരലിങ്ങനെ കുത്തി കുത്തി പ്രവാചകൻ പ്രയാസപ്പെട്ട് നടക്കാൻ. എന്ത് പറ്റി? നബിയോട് ചോദിച്ചു, മലക്ക റസൂലുള്ളാഹ്, നബി എന്ത് പറ്റിയത്? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്റെ കല്ലിൽ ഒരു മുള്ളു തറച്ചിട്ടോ, കാലിൽ ഒരു മുള്ളു തറച്ചിട്ടോ, അല്ലെങ്കിൽ ഒരു ചരൽക്കല്ല് പതിഞ്ഞിട്ടോ ഒന്നുമല്ല ഞാൻ ഇങ്ങനെ നടക്കുന്നത്. 70,000 മലക്കുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സഅദ് ബിൻ മുആദിന്റെ മരണവാർത്ത അറിഞ്ഞതുകൊണ്ട് ഉടനെ സൃഷ്ടിക്കുകയും ഈ ഭൂമിയിലേക്ക് ഇറക്കുകയും ചെയ്തു അത്രേ. 70,000 മലക്കുകൾ മുഴുവനും ഈ മദീനത്തെ തെരുവിലൂടെ നടന്നിട്ട് എനിക്കെന്റെ കാല് നിലത്ത് കുത്താൻ കഴിയുന്നില്ല സാബ എന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മലക്കുകളുടെ ആധിക്യത്താൽ എനിക്കെന്റെ കാല് നിലത്ത് കുത്താൻ കഴിയുന്നില്ല. അത്രത്തോളം തിങ്ങി നിരങ്ങിയപ്പോ ഈ റോഡിൽ കൂടെ മലക്കുകൾ പോകുന്നത് സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പൊ ആള് നിസ്സാരക്കാരനാണോ? തീർന്നില്ല. മിൻ അജലി ഖാലിഖി സമഅനാ ബിഹി ഇല്ലാ ലിസഅദിൻ അബാ അംരി. മഹാനായ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ മരണവാർത്ത കേട്ടപ്പോ അല്ലാഹുവിന്റെ അർശ് പോലും കുലുങ്ങിപ്പോയത്രേ, വിറങ്ങലിച്ചു അത്രേ. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു മരണവാർത്ത കേട്ടപ്പോൾ, സൃഷ്ടികളിൽപ്പെട്ട ഒരു വ്യക്തിയുടെ മരണവാർത്ത കേട്ടപ്പോഴത്തേക്കും അർശ് കുലുങ്ങി സയ്യിദുനാ റസൂലുള്ളാഹി
ഇതൊക്കെ ചരിത്രമാണ്, പഠിച്ചു വെക്കണം നമ്മൾ. അപ്പൊ അങ്ങനത്തെ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് എഴുന്നേറ്റ് നിൽക്കുക, നിങ്ങളുടെ നേതാവാണെന്ന് പഠിപ്പിച്ച പ്രവാചകൻ മരണപ്പെട്ടുമ്പോ അള്ളാഹുവിന്റെ അർശ് പോലും വിറങ്ങലിച്ചതാകുന്ന സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ, ആ ജനാസ അനുഗമിക്കുമ്പോൾ വിരൽ കുത്തിക്കൊണ്ട് കടന്ന പ്രവാചകരോട് ചോദിച്ചു, എന്തിനാണ് ഇത്ര പ്രയാസപ്പെട്ടുകൊണ്ട് നടക്കുന്നത് എന്ന് ചോദിച്ചപ്പോ 70,000 മലക്കുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിലേക്ക് ഇറക്കി. ആ മലക്കുകൾ ഈ മദീനത്തെ തെരുവിലൂടെ നടക്കുന്നത് കാരണമായിട്ട് എനിക്ക് എന്റെ കാലുകുത്താൻ കഴിയുന്നില്ല എന്ന് പഠിപ്പിച്ച പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വർണ്ണവലിപ്പം പറഞ്ഞ സഅദ് ഇബ്നു മുആദിന്റെ ജനാസ ഖബറിലേക്ക് വെച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ലഖദ് സമിഅതു ലഗ്തതൻ മിനൽ ഖബർ, ഖബർ എടുക്കുന്ന ശബ്ദം ഞാൻ കേട്ടു. സയ്യിദുനാ റസൂലുള്ളാഹി. ചിന്തിച്ചു നോക്ക്, ഇപ്പൊ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? മലക്ക് ആകെ ഇപ്പുറത്ത് 2 മലക്കുണ്ടായിട്ട് തെറ്റെഴുതാനേ സമയമുള്ളൂ, വേറെ മലക്കൊന്നും ഇറങ്ങിയിട്ടില്ല താനും. മലക്കിങ്ങനെ ചേഞ്ച് ചെയ്യും കേട്ടോ, അങ്ങനെയാണ്. നമ്മുടെ വലത്ത് റഖീബ് എത്തിയത് മലക്കെന്താണ്? ചേഞ്ച് ആവുമെന്നാണ് സയ്യിദുനാ റസൂലുള്ളാഹി. അതൊരു പുതിയ അറിവാണല്ലോ, അതേ ചേഞ്ചാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലയോ, യതആഖബു ഫീകും മലായികത്തുൽ ലൈലി വ മലായികത്തുൻ നഹാർ യജ്തമിഊന ഫീ സ്വലാത്തി സുബ്ഹി വ ഫീ സ്വലാത്തിൽ അസ്രി. ഹബീബായ റസൂലുള്ളാഹി, മലായികത്തുൽ ലൈലി വ മലായികത്തുൻ നഹാർ, പകലിലും അതുപോലെ തന്നെ രാത്രിയിലും മലക്കുകൾ ഇങ്ങനെ ചേഞ്ച് ആവും. ഒരു കൂട്ടം മലക്കുകൾ എപ്പോൾ ഇറങ്ങി വരും? സുബൈക്ക് വരും. അപ്പൊ സുബൈ വരെ എഴുതിയിരുന്ന മലക്കുകൾ സുബൈ മുതൽ അസർ വരെയാണ് ടൈം. ഈ റഖീബ് അത്തീദിനെ ചേഞ്ച് ആക്കുന്ന കാര്യം പറയുന്നത് കേട്ടോ. അവരിങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ല. യതആഖബു ഫീകും മലായികത്തുൽ ലൈലി വ മലായികത്തുൻ നഹാർ. സയ്യിദുനാ റസൂലുള്ളാഹി. റഖീബ് അത്തീദ് 2 മലക്കുകൾ അവർ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. രാവിലെ സുബൈക്ക് വരുന്ന മലക്ക് അവര് അസർ ആവുമ്പോഴത്തേക്കും അവരെന്ത് ചെയ്യും? അസർ നമസ്കരിക്കാൻ വേണ്ടി അവർ 2 ഇമാം ദുനിയാവിൽ തന്നെ ഈ ഭൗതിക ലോകത്ത് തന്നെ അവർ നമസ്കരിക്കും, അസർ നമസ്കരിക്കും, ഇവിടെ തന്നെ നിസ്കരിക്കും. യജ്തമിഊന ഫീ സ്വലാത്തിൽ അസ്രി വ ഫീ സ്വലാത്തി സുബ്ഹി. ഈ അസർ നമസ്കാരത്തിലേക്ക് പങ്കാളികളാകാൻ അസർ മുതൽക്ക് സുബഹി വരെ കാവൽ നിൽക്കുന്നതാകുന്ന എഴുതാൻ വേണ്ടി നിൽക്കുന്ന മലക്കുകൾ നേരത്തെ അസറിനെത്തും. എന്നിട്ട് ഒരുമിച്ച് ഈ 4 പേരും കൂടി ഒരുമിച്ച് നിസ്കരിക്കും. ആര് പറയാൻ? ഇത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ. നിസ്കരിച്ചതിന് ശേഷം കൈമാറ്റം ചെയ്യാൻ റിക്കാർഡൊക്കെ കൊടുക്കുന്ന വേഗം തുടങ്ങിക്കോ, അല്ലാഹ് നമ്മൾ ക്ഷീണിച്ചിട്ടൊന്നും അല്ല, പോവാണ്, ഇനി രാവിലെ കാണാം. അടുത്ത രാവിലെ വീണ്ടും അടുത്ത മലക്കൾ വീണ്ടും റൊട്ടേറ്റ്, വീണ്ടും തിരിക്കാണ്. മലക്കൾ ഇങ്ങനെ ചേഞ്ച് ആവും. അതല്ല ഈ 2 മലക്കൾ തന്നെയാണ് രാവിലെ വരുന്നത്. പണ്ഡിതന്മാർക്കിടയിൽ ചർച്ച നടന്നിട്ടുണ്ട്. ഇനി നബവി തങ്ങൾ പറഞ്ഞത് മലക്കുകൾ എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഒരു പ്രശ്നമുള്ള കേസല്ല. എത്രയോ മലക്കൾ അല്ലാഹു പടച്ചു. അതുകൊണ്ട് വീണ്ടും വീണ്ടും ചേഞ്ച് ആയി പുതിയ മലക്കുകളാണ് വന്നുകൊണ്ടിരിക്കുക എന്ന് ഇമാം നബവി റഹിമഹുല്ലാഹ് ശറഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തുക. ഈ ഹദീസ് വിശദീകരിച്ചു. അപ്പോ സുബൈക്ക് വരുന്ന മലക്ക് അസർ ആവുമ്പോഴത്തേക്കും ആ 2 മലക്കുകൾ അസർ നിസ്കരിച്ചിട്ട് കയറിപ്പോണ്ട് റെക്കാർഡുകൾ അവരെല്ലാം കൊടുത്തിട്ട് മറ്റവരുടെ കൊടുത്തിട്ട് അടുത്തുള്ളൂ. ഈ റെക്കാർഡുമായിട്ട് പോകും. അങ്ങനെയുണ്ട് ഹദീസ്. ഈ റെക്കാർഡുമായിട്ട് പോകും. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലയോ, ഈ റെക്കാർഡുമായിട്ട് ആകാശ ലോകത്തേക്ക് ഉയരുമ്പോ വിളിച്ചു പറയുമത്രേ അവരുടെ അമലുകൾ സ്വീകരിക്കുന്നതിന് മുമ്പ് അവരുടെ കുടുംബാദികളോട് അവരുടെ സഹോദരങ്ങളോട് എങ്ങനെയാണ് പെരുമാറിയിരുന്നത് അത് നോക്കിയിട്ട് വേണേ കൊണ്ടുവരണേ. സ്വന്തം സഹോദരങ്ങളോടുള്ള കടപ്പാടുകൾ, ബാധ്യതകൾ അത് കറക്റ്റാക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി, ഇല്ലെങ്കിൽ ഇപ്പോൾ റെക്കോർഡ് എടുക്കണ്ട എന്ന് മലക്കുകൾ പറയുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഇതൊക്കെ നടക്കുന്ന സംഭവമാണ്, ഡെയിലി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഏതായിരുന്നാലും ഒരു മലക്ക് പോലും സത്യത്തിൽ നമ്മുടെ ഇടയിൽ ഇറങ്ങിയിട്ടുണ്ടോ എന്ന് ഓരോരുത്തരും നമ്മൾ ചിന്തിക്കണം. ഈ സമയത്തുണ്ട്, കാരണം ഇൽമിന്റെ സദസ്സിൽ എപ്പോഴും കോടാനുകൂടി മലക്കുകൾ ഇറങ്ങാൻ. ഖുർആൻ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾക്ക് കരുണ ചെയ്യപ്പെടുമെന്ന് ഖുർആനല്ലേ പറഞ്ഞത്. അള്ളാഹു മലക്കുകളുടെ സാന്നിധ്യമുള്ള സദസ്സായി നമ്മുടെ ഈ സദസ്സിനെ കബൂലാക്കുമാറാവട്ടെ, സ്വീകരിക്കുമാറാവട്ടെ. കാരണം നമ്മൾ വേറൊന്നും പറയുന്നില്ലല്ലോ, ഖുർആനും ഹദീസും വേറെ പാട്ടും കൂത്തൊന്നും ഇല്ല, ആയത്തും ഹദീസും വെച്ചാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. നിങ്ങൾ ശ്രദ്ധിക്കൻ, നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അതുകൊണ്ട് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു പോലും രക്ഷപ്പെട്ടിട്ടില്ല ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന്. മുഹമ്മദ് റസൂലുള്ളാഹി ലൗ നജാ അഹദും മിൻ ലഗ്തത്തിൽ ഖബരി ലനജാ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു ശഫീഉനാ റസൂലുള്ളാഹി. ആരെങ്കിലും ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നുവെങ്കിൽ സഅദ് ഇബ്നു മുആദ് രക്ഷപ്പെടുമായിരുന്നുവെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി.
എന്നാൽ ഒരാൾ രക്ഷപ്പെട്ടിട്ടുണ്ട്, അത് നമ്മൾ പഠിക്കണം. ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് ഒരാളാണ്, അതൊരു പെണ്ണാണ്. ഫാത്തിമത്ത് ബിൻത് അസദ് റളിയല്ലാഹു അൻഹ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പോറ്റുമ്മയാണ്. ചരിത്രത്തിൽ, ലോക ചരിത്രത്തിൽ അവര് മാത്രമേ ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുള്ളൂ. ഒരു കിസ്സിനൊക്കെ പറയാൻ പറ്റിയ ക്വസ്റ്റ്യനാണ്. ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരേ ഒരു വനിത ആരാണത്? ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹ. നബി തങ്ങളുടെ മകള് ഫാത്തിമയല്ല, ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹ. ആരാണ് ഫാത്തിമ ബിൻത് അസദ്? അലിയാര് തങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മയാണ്, അബൂ താലിബിൻ്റെതാകുന്ന ഭാര്യയാണ്. അത് വലിയ ചരിത്രമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് വയറ്റിലായിരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തിൽ നിന്ന് പ്രവാചകർക്ക് വിലപ്പെട്ടതൊക്കെ ഇല്ലാതായി, മരണപ്പെട്ടു പോയി. ചെറുപ്പത്തിലെ വാപ്പയും ഉമ്മയും മരണപ്പെട്ടു പോയി. ആമിന ബിവി പോയി, അബ്ദുള്ള പോയി. ഗർഭത്തിലായിരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ വാപ്പ മരണപ്പെട്ടു പോയി. ആമിന ബിവി മരണപ്പെട്ടു പോയി. അതിനുശേഷം അബ്ദുൽ മുത്തലിബ് ഏറ്റെടുത്തു. അബ്ദുൽ മുത്തലിബ് 8ാമത്തെ വയസ്സ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എത്തിയപ്പോൾ അദ്ദേഹവും വിട പറഞ്ഞു പോയി. 8 വയസ്സുള്ള ഒരു കുട്ടിയുടെ മുഖം നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരും. 8 വയസ്സെന്ന് പറയുമ്പോൾ എത്രാം ക്ലാസ്സിലായിരിക്കും? 2 അല്ലെങ്കിൽ 3 അല്ലേ? ആ ഏജാണ്. ആ കുട്ടിയുടെ മനസ്സാണ് നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരേണ്ടത്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രായത്തിലാണ് അബൂ താലിബ് ഏറ്റെടുക്കുന്നത്, പ്രവാചകന്റെ സംരക്ഷണം ഏറ്റെടുക്കുന്നത്. അബൂ താലിബിന്റെ ഭാര്യയാണ് ആര്? ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹ. നബിയുടെ മൂത്തുമ്മയാണ്. നബിയുടെ മൂത്താപ്പയാണ് ആര്? അബൂ താലിബ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ള സമയം അതാണ്. കാരണം എന്താ? ഒരു കുട്ടി വളർന്നു വന്ന് തുണി കഴുകാൻ അറിയില്ല, വസ്ത്രം തേക്കാൻ അറിയില്ല, തുണി ഉടുക്കേണ്ടത് എങ്ങനെയാണെന്നറിയില്ല. ഏറ്റവും കൂടുതൽ ഒരു ഉമ്മയുടെയും ഉപ്പയുടെയും ആവശ്യം വരുന്ന ഒരു സംഭവം അതാണ് അല്ലേ? അതുവരെയൊക്കെ ആരെങ്കിലുമൊക്കെ നോക്കും, മറ്റേത് സ്വന്തമായിട്ടിരിക്കാൻ പറ്റില്ല. ആ സമയത്ത് ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹയാണ് നബിയുടെ തുണി കുപ്പായൊക്കെ കഴുകി ശുദ്ധീകരിച്ച് ക്ലിയറാക്കി കൊടുക്കൽ. ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹ, ആ ഉമ്മയെ നബിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഭയങ്കര സ്നേഹമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വല്ലാത്ത സ്നേഹം അവരോട്. ആ ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹ മരണപ്പെട്ടെന്ന വാർത്ത കേട്ടപ്പോ ഫാത്തിമ ബിക്ക് ഒരുപാട് ബന്ധമുണ്ട്. ഒന്ന് നബിയുടെ മൂത്തുമ്മ, മറ്റൊന്നും മകളുടെ അമ്മായിയമ്മ. ഫാത്തിമ ബീവിയുടെ ഭർത്താവാണ് ആര്? അലിയാരിതങ്ങള്. അലിയാരിതങ്ങളുടെ ഉമ്മയാണ് ആര്? ഫാത്തിമ. അപ്പൊ അമ്മായിയമ്മ, അങ്ങനെയൊക്കെ ഒരുപാട് ബന്ധങ്ങളുണ്ട്. ബിയുടെ മൂത്തുമ്മ. ആ മൂത്തുമ്മ മരണപ്പെട്ടപ്പോ, അതും പോറ്റുമ്മയാണ്, വെറും മൂത്തുമ്മയല്ല, പോറ്റുമ്മയാണ്. ആ മൂത്തുമ്മ മരണപ്പെട്ടു പോയപ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വീട്ടിലേക്ക് ചെല്ലുകയാണ്. കഫം പൊതിഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്ത് ഏറ്റെടുത്തുകൊണ്ട് പള്ളിക്കാട്ടിലേക്ക് വരുമ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബത്ത് നോക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുറച്ചു നേരം ജനാസയുടെ മുന്നിലൂടെ നടക്കുകയാണ്, കുറച്ചു നേരം ജനാസയുടെ പിന്നിലൂടെ നടക്കുകയാണ്. എന്ത് പറ്റി പ്രവാചകർക്കെന്നറിയാതെ അനുയായികൾ വല്ലാതെ വിഷമിക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുയായികൾ സാഗൂതം ശ്രദ്ധ ചെലുത്തുകയാണ്. എന്തോ ഒരു വല്ലാത്ത വിഷമം ബാധിച്ചതുപോലെ അല്ലാഹുവിന്റെ റസൂൽ മുമ്പോട്ടും പിറകോട്ടും ജനാസയുടെ മുന്നിലൂടെയും പിറകിലൂടെയും നടക്കുകയാണ്. എന്തോ ഒന്ന് സംഭവിച്ചതുപോലെ, എന്തോ ഒരു വലിയ പ്രയാസം നേരിട്ടതുപോലെ സ്വഹാബത്ത് ചോദിക്കുമ്പോൾ നബി തങ്ങൾ മൗനാവലംബിക്കുകയാണ്. വിങ്ങിപ്പൊട്ടുന്ന മനസ്സുമായി പ്രവാചകനതാ എത്തുകയാണ്. മയ്യത്ത് നമസ്കരിച്ചിട്ട് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുവരുമ്പോ പ്രവാചകർ പറയുന്നു, നിങ്ങൾ അല്പമൊന്ന് സാവകാശം ചെയ്യണേ, ഈ മകനിതാ കടന്നു വരുകയാണ്. ഉമ്മയുടെ അടുക്കലേക്ക് മകനിതാ കടന്നു വരുകയാണ്. ഇതൊരു സാധാരണ ഉമ്മയല്ല. തന്റെ പ്രിയപ്പെട്ട ഉമ്മയ്ക്ക് ശേഷം പോറ്റുമ്മയായി കടന്നു വന്ന ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹയുടെ ജനാസ കൊണ്ടുവന്ന ഖബറിന്റെ സമീപത്ത് വെക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഖബറിന്റെ സമീപത്തിരിക്കുകയാണ്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ താനിട്ടിരിക്കുന്ന ഖമീസ് ബിസ്മി ചൊല്ലിക്കൊണ്ട് അങ്ങോട്ട് ഊരുകയാണ്. ആ ഉമ്മയിലേക്ക് നബി തങ്ങൾ തന്നെ ധരിപ്പിക്കുകയാണ്. തന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ ശരീരത്തിലേക്ക് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട പൂമേനിയിലേക്ക് ചേർന്ന് കിടന്ന വസ്ത്രം പ്രവാചകൻ ആ പ്രിയപ്പെട്ട ഉമ്മയ്ക്ക്
ധരിപ്പിക്കുകയാണ്. ഒരാൾക്കും ചെയ്യാത്ത പ്രവർത്തനമാണ്, ഒരാൾക്കും ചെയ്യാത്തതാകുന്ന പ്രവർത്തനമാണ്. കാരണം ഈ ഉമ്മയെ കൊണ്ട് വല്ലാത്ത സ്നേഹമാണ്. എത്ര വലിയ സ്നേഹമാണ്, എത്ര വലിയ സ്നേഹമാണ്. സ്വഹാബത്ത് പിന്നീട് ചോദിച്ചു പോയി, നബിയേ, ആർക്കും കൊടുക്കാത്ത ഖമീസ് ഈ പാവപ്പെട്ട ഉമ്മയ്ക്ക് അവിടുന്ന് നൽകിയല്ലോ, ഈ ഉമ്മയ്ക്ക് കൊടുത്തല്ലോ എന്ന് ലോകത്തിന്റെ നായകനോട് ചോദിക്കുമ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു അത്രേ, അവരുടെ പ്രിയപ്പെട്ട മക്കളാകുന്നതായ അലിയും അവരുടെ പ്രിയപ്പെട്ട മക്കളാകുന്ന ജാഫറൊക്കെ പട്ടിണി കിടക്കുന്ന സന്ദർഭത്തിൽ ഈ പാവപ്പെട്ട മുഹമ്മദിനെ ഓർത്തിട്ട് എനിക്ക് വിശന്ന സന്ദർഭത്തിൽ എനിക്ക് ഭക്ഷണം നൽകിയവരാണ്. അവരുടെ ജാഫറും അവരുടെ പ്രിയപ്പെട്ട മകനാകുന്ന അലിയും ഒക്കെ പട്ടിണിയാണ്. അവരുടെ പട്ടിണി വകവെക്കാതെ സ്വന്തം മക്കളെ മാറ്റി നിർത്തിയിട്ട് എനിക്ക് ഭക്ഷണം തന്നതാകുന്ന പ്രിയപ്പെട്ട ഉമ്മ, ആ ഉമ്മയെ എനിക്ക് മറക്കാൻ കഴിയില്ല. അന്നെനിക്ക് റിസാലത്ത് കിട്ടിയിട്ടില്ല, അന്നെനിക്ക് റിസാലത്ത് കിട്ടിയിട്ടില്ല. ഞാൻ നുബുവത്ത് കിട്ടിയ ഒരു പ്രവാചകനാകുമോ എന്നുള്ള ചിന്ത പോലും ആ പ്രിയപ്പെട്ട ഉമ്മയ്ക്കില്ല. ആ സമയത്ത് എന്റെ പ്രിയപ്പെട്ട ഉമ്മയായിട്ട് എന്റെ അടുക്കലേക്ക് കടന്നു വന്നിട്ട് 8 വയസ്സുള്ള എന്നെ വല്ലാതെ സ്നേഹിച്ചുകൊണ്ട് എന്നെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിച്ച് എനിക്ക് ഭക്ഷണം നൽകിയ, എനിക്ക് വസ്ത്രം നൽകിയ, എന്നെ താരാട്ട് പാട്ടി ഉറക്കിയ, എനിക്ക് വിഷമങ്ങളും ദുഃഖങ്ങളും വരുമ്പോ വിഷമിക്കല്ല് പൊന്നുമോനെ എന്ന് പറഞ്ഞ് എന്നെ ചേർത്ത് പിടിച്ച എന്റെ ഉമ്മ ചെറുപ്പത്തിലെ മരണപ്പെട്ടു പോയപ്പോ എന്നെ സ്നേഹം കൊണ്ട് വെറുപ്പ് മുട്ടിച്ച പ്രിയപ്പെട്ട ഉമ്മയ്ക്ക് ഞാൻ എന്നെ ഖമീസ് കൊടുക്കാതിരിക്കുമോ? ആ പ്രിയപ്പെട്ട ഉമ്മയ്ക്ക് എന്നെ ഖമീസ് കൊടുക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഖബറിലേക്ക് അങ്ങ് ഇറങ്ങുകയാണ്. ആ ഖബറിൽ പ്രവാചകൻ ഇരിക്കുകയാണ്. ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹ അടക്കാനിരിക്കുന്ന ഖബറിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ അങ്ങോട്ട് ഇരിക്കുകയാണ്. തീർന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ ആ ഖബറിൽ അങ്ങോട്ട് കടക്കുകയാണ്. ഖബറിൽ കടന്നെന്ന് മാത്രമല്ല, ഇമാം ബുഖാരിയും മുസ്ലിം നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ഫതമഹക ഫീ ഖബരിഹാ, ആ ഖബറിൽ കടന്നുകൊണ്ട് വലത്തോട്ടും ഇടത്തോട്ടും മറിയുകയാണ്. ഖബറിന്റെ 2 പാർശ്വത്തിലേക്ക്, വലത് പാർശ്വത്തിലേക്ക് പിന്നീട് ഇടത് പാർശ്വത്തിലേക്ക് തന്റെ ശരീരത്തെ ചേർത്ത് വെക്കുകയാണ്. എന്തോ വല്ലാത്ത ആദി വന്നതുപോലെ അല്ലാഹുവിന്റെ റസൂൽ വലത് ഭാഗത്തേക്ക് ശരീരം ചേർക്കുകയാണ്, ഇടത് ഭാഗത്തേക്ക് ഇടത് പാർശ്വം ചേർക്കുകയാണ്. എന്നിട്ട് ആ ഖബറിൽ ഇരുന്നു കൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ലോകത്തിന്റെ അധിപനായ ആകാശത്തിന്റെ ദർബാറിലേക്ക്, പടച്ചറബിന്റെ ഒരു ദൈവത്തിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ ഗഫിർ ലി ഉമ്മി ബഅദ ഉമ്മി ബിഹഖി നബിയിക വൽ അംബിയാഇ الذين من قبلي. അല്ലാഹുവേ, പടച്ചറബേ, എന്റെ ഉമ്മയ്ക്ക് ശേഷം പോറ്റുമ്മയായി കടന്നു വന്നതായ ഈ ഫാത്തിമ ബിൻത് അസദിന് നീ പുറത്തു കൊടുക്കണേ അല്ലാ, നീ പുറത്തു കൊടുക്കണേ അല്ലാ. ഏത് ഉമ്മയാണ് എനിക്ക് വിശന്ന സമയത്ത് എനിക്ക് ഭക്ഷണം നൽകിയ പ്രിയപ്പെട്ട ഉമ്മയാണ്. എനിക്ക് എങ്ങനെയാണ് തുണി കഴുകേണ്ടത്, തുണി എങ്ങനെയാണ് ഉടുക്കേണ്ടത് എന്നറിയാത്ത സന്ദർഭത്തിൽ അത് ഉടുത്തു കഴുകുകയും അത് കഴുകി തരുകയും ചെയ്ത എന്റെ പ്രിയപ്പെട്ട ഉമ്മ, ഈ എന്റെ പ്രിയപ്പെട്ട ആമിന ഉമ്മയ്ക്ക് ശേഷം പോറ്റുമ്മയായി കടന്നു വന്നതായ ഈ ഫാത്തിമ ബിൻത് അസദിന് നീ പുറത്തു കൊടുക്കണേ അല്ലാ, ബിഹഖി നബിയിക വൽ അംബിയാഇ الذين من قبلي. നിന്റെ പ്രവാചകരാകുന്ന മുഹമ്മദ് നബിയുടെ ബറക്കത്ത് കൊണ്ടും അതിനു മുമ്പ് കഴിഞ്ഞു പോയതാകുന്ന പ്രവാചകന്മാരുടെ ബറക്കത്ത് മുഖേനയും ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ടും ഇവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ, നീ പുറത്തു കൊടുക്കണേ അല്ലാ. ഹബീബായ നബി തങ്ങളെ ഖബറിൽ നിന്ന് എഴുന്നേൽക്കുകയാണ്. പ്രവാചകൻ ഖബറിന്റെ കരയിലേക്ക് കയറുകയാണ്. ആ ഖമീസ് ധരിപ്പിച്ച പ്രിയപ്പെട്ട ഉമ്മയുടെ ജനാസ ഖബറിലേക്ക് ഇറങ്ങി വെച്ചുകൊണ്ട് പ്രവാചകൻ താങ്ങി പിടിച്ചുകൊണ്ട് കടത്തുകയാണ്. മണ്ണിട്ട് മൂടിക്കഴിഞ്ഞ ഖബറിന്റെ സമീപത്തിരുന്നുകൊണ്ട് ഒരു ചെറു പുഞ്ചിരിയോടുകൂടി ആ പൊന്നുമോൻ വിളിച്ചു പറയുകയാണ്. 8 വയസ്സുള്ള പൊന്നുമോനെ തന്റെ പ്രിയപ്പെട്ട ഉമ്മയെ എന്തോ വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയതുപോലെ അല്ലാഹുവിന്റെ റസൂൽ അവിടെ വെച്ചുകൊണ്ട് പ്രവാചകന് പറയുകയാണ്, എനിക്ക് സന്തോഷമായ സാബ. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബറിലേക്ക് വെച്ചതിന് ശേഷം ഒരാളെയും ഖബറെടുക്കാതിരുന്നിട്ടില്ല. എന്റെ പ്രിയപ്പെട്ട മക്കളെ, എന്റെ പ്രിയപ്പെട്ട അനുയായികളെ, എല്ലാവരെയും ഖബറെടുക്കിയിട്ടുണ്ട്. പക്ഷേ ആദം നബി അലൈഹിസ്സലാം മുതൽ എന്റെ സമുദായം
സമുദായം വരെ ഒരാളെയെങ്കിലും ഖബറെടുക്കാത്തതുണ്ടെങ്കിൽ അതെന്റെ പ്രിയപ്പെട്ട പോറ്റമ്മയായ ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹ മാത്രമാണ് എന്ന് ഹബീബായ ശഫീആയ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ മാത്രം, ബാക്കി ലോകത്ത് ഒരാളെ ഇല്ല, അവരെ ഒഴിച്ച് ബാക്കിയുള്ളവരൊക്കെ ഖബറെടുക്കും. അതുകൊണ്ട് തന്നെ ഖബർ നിസ്സാരമല്ല, ഖബറിനെ പേടിക്കണം. തഴവ ഉസ്താദ് അതല്ലേ പാടിയത്, ആ ബൈത്തൊക്കെ നമ്മൾ എത്ര കേട്ടതാണ്. ഖബറെന്നോ കേട്ടാൽ തൽക്ഷണം നേടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. ഖബറെന്നോ കേട്ടാൽ തൽക്ഷണം നേടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. മേടയ്ക്ക് പകരം മാളമാ സുബ്ഹാനാ, റബ്ബി അതിൽ കിടക്കേണ്ടതാണ് സമാന. സമ്പാദ്യ മുതലിൽ നിന്ന് മൂന്നക്ക് ഫാന, സമ്പാദ്യ മുതലിൽ നിന്ന് മൂന്നക്ക് ഫാന. അത് മാത്രമല്ലതിലെപ്പോഴും വഹദാന. മണ്ണിൻ്റെ തലയിണയാണതിൽ നിനക്കുള്ളത്, നെരുക്കത്തിനാലിരു ഭിത്തിയാണതിനുള്ളത്. ഇത്ര കറക്റ്റാണ് വിധങ്ങൾ പറഞ്ഞത്. ഇന്നലിൽ ഖബറിൽ ലഗ്ത, ഖബറിനൊരു ഇടുക്കമുണ്ട്, അതിനുള്ള ബാബുകൾ ഭദ്രമായി പൂട്ടുന്നതാ, താക്കോല് ഇസ്രാഫീൽ സൂക്ഷിക്കുന്നതാ. ഖബർ പൊട്ടിട്ട് താക്കോൽ ആരും കൊണ്ടുപോയി? ഇസ്രാഫീൽ അലി. ഈ സൂറെന്ന കാഹളത്തിൽ ഊതുമ്പോഴാണ് ഇത് പൊട്ടുന്നത്. ഖബർ പൊട്ടും. ചിതലും പുഴുക്കൾ താവളം പേരു തുണ്ടതിൽ, സന്തോഷമാണവകൾക്ക് നീ ചെല്ലുന്നതിൽ. പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ, സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ. കാർഡില്ലറേഷൻ വേണ്ട പോലതിലുണ്ട്, കാർഡില്ലറേഷൻ വേണ്ട പോലതിലുണ്ട്. ക്യൂ സിസ്റ്റമില്ല തള്ളലാടതുകൊണ്ട്, ഖബറെന്നു കേട്ടാൽ തൽക്ഷണം നേടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. ആദരവായ പ്രവാചക മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജന്നത്തുൽ ബഖീയിലേക്ക് ഇശാ നമസ്കരിച്ചിട്ട് പ്രവാചകൻ നോക്കുമ്പോൾ മദീന പള്ളിയുടെ ചാരത്ത് ഖബർസ്ഥാനിൽ തന്റെ പ്രിയപ്പെട്ട അനുയായികൾ ആർക്കു വേണ്ടി ഖബർ കുഴിക്കുന്നതായി പ്രവാചകന്റെ ദൃഷ്ടിപ്പെടുകയാണ്. പ്രവാചകൻ ഇറങ്ങിച്ചെന്നു, പള്ളിയിൽ നിന്ന് ഇറങ്ങി ആ ഖബർസ്ഥാനിലേക്ക് ചെന്നു. പ്രവാചകൻ ചോദിച്ചു, ലിമൻ ഹാദൽ ഖബറു യാ സ്വഹാബ, ആർക്ക് വേണ്ടിയാണ് ഈ ഖബർ കുഴിക്കുന്നത്? ആർക്ക് വേണ്ടിയാണ് ഈ ഖബർ കുഴിക്കുന്നത്? ഫഖാലൂ ലിറജുലിൻ മിനൽ ഹബശ,
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു അത്രേ, നബിയേ നബിയേ, എത്യോപ്യയിൽ നിന്ന് വന്ന മനുഷ്യനാ. അങ്ങകലെ എത്യോപ്യയുടെ മണ്ണിൽ അവിടുത്തെ ചാരത്തേക്ക് വന്നുകൊണ്ട് ഇസ്ലാം മതം പുൽകിയതാകുന്ന പൊതുവിശ്വാസിയില്ലയോ, അദ്ദേഹം മരണപ്പെട്ടു പോയി നബിയേ, മരിച്ചുപോയി നബിയേ. അദ്ദേഹത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ ഖബർ കുഴിക്കുന്നത് എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞപ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് സീഖ മിൻ അർളിഹി ഹത്താ ദുഫിന ഫിൽ അർളില്ലതി ഖുലിഖ മിൻഹാ. ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല സാബ. എത്ര വലിയ ആശ്ചര്യമാണ്, എത്ര വലിയ അതിശയമാണ് സാബ. അങ്ങകലെ എത്യോപ്യയുടെ മണ്ണിൽ ജനിച്ച് കളിച്ചു വളർന്നതാകുന്ന മനുഷ്യൻ മരണമടുത്തു വന്നപ്പോ അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വിളിയാളം കടന്നു വരുന്നപ്പോ അദ്ദേഹം ഇതാ ഈ പുണ്യമായ മദീനയിലേക്ക് കടന്നു വന്നുകൊണ്ട് ഈ വിനീതന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് ഇസ്ലാം മതം പുൽകിയില്ലയോ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സീഖ മിൻ അർളിഹി ഹത്താ ദുഫിന ഫിൽ അർളില്ലതി ഖുലിഖ മിൻഹാ. എത്യോപ്യയിൽ ജനിച്ച് കളിച്ചു വളർന്ന മനുഷ്യൻ അദ്ദേഹത്തിന്റെ ഖബർ തീർത്തത് എത്യോപ്യയിലല്ല, ഈ പരിശുദ്ധമായ മദീനയിലാണ്. ഈ പുണ്യമാക്കപ്പെട്ട മദീനയിൽ ജന്നത്തുൽ ബഖീലാണ്, ഖബർസ്ഥാനിലാ. സഹാബ, ഒരു കാര്യം നിങ്ങൾ അറിയണേ, സീഖ മിൻ അർളിഹി ഹത്താ ദുഫിന ഫിൽ അർളില്ലതി ഖുലിഖ മിൻഹാ. അദ്ദേഹത്തെ സൃഷ്ടിക്കാൻ മണ്ണെടുത്തിട്ടുള്ളത് ഈ മണ്ണിൽ നിന്നാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ എവിടെ നിന്നാണ് നമ്മളെ സൃഷ്ടിക്കാൻ വേണ്ടി എന്തെടുത്തത്? മണ്ണെടുത്തത്. അവിടെയായിരിക്കും നമ്മുടെ ഖബറുണ്ടാവുക. പനവൂര് പള്ളിയുടെ ഖബർസ്ഥാനിൽ നമ്മളിപ്പോൾ കൊണ്ടുപോയി അടക്കിയിട്ടുള്ള ആളുകൾ, മോമിനീങ്ങൾ, വിശ്വാസിനികൾ, അല്ലാഹുവിന്റെ ഖബർ സന്തോഷത്തിലാക്കട്ടെ. അവരുടെ ഖബർ അവിടെ തീർക്കാൻ കാരണം എന്താ? നമ്മുടെ ഉമ്മ ഉപ്പ. എന്താ കാര്യം? അവരെ സൃഷ്ടിക്കാൻ മണ്ണെടുത്തത് അവിടെയാണ്. ചില ആളുകൾ ജന്നത്തുൽ ബഖീൽ മറപ്പെട്ടവരുണ്ട്, ഹജ്ജിന് വേണ്ടി പോയവർ ജന്നത്തുൽ മുഅല്ലയിൽ മരണപ്പെട്ടു പോയവരുണ്ട്, ലോകത്തിന്റെ വിവിധ പ്രവിശ്യകൾ മരണപ്പെട്ട് കിടക്കുന്ന ആളുകളുണ്ട്. അല്ലാഹു അവരുടെ എല്ലാവരുടെയും ഖബർ സന്തോഷത്തിലാക്കട്ടെ. എന്താ കാരണം? അവിടെ നിന്നാണ് അവരെ സൃഷ്ടിക്കാൻ മണ്ണെടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മളാരും തീർച്ചപ്പെടുത്തണ്ട. ചില ആളുകൾ കൃത്യം ചെയ്തിങ്ങനെ ഇഷ്ട വെച്ച് അടയാളപ്പെടുത്തിയിരിക്കുകയാണ്. ഇപ്പൊ ചില മഹല്ലത്തുകൾ എന്താ, ഇതെന്നോ ഞങ്ങളുടെ കുടുംബക്കാരാണ്, ഞങ്ങൾ പ്രത്യേകം പൈസ കൊടുത്ത് റെഡിയാക്കിയിട്ടിരിക്കുക, ഇവിടെ വേറെ ആരും വേണ്ട, ഇവിടെ വന്ന് അടങ്ങുമെന്ന് എന്താ ഇത്ര ഉറപ്പ്? നീ ഇവിടെ മരിക്കുമെന്ന് എന്താ ഉറപ്പ്? നീ ഏത് രീതിയിലാണ് നിന്റെ മരണമുണ്ടാവുക നിനക്ക് ഉറപ്പിക്കാൻ സാധിക്കുമോ? അല്ലാഹു നമുക്ക് ഈമാൻ നടപടിയാക്കുമാറാവട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഈ ലോകത്ത് നിന്ന് നീ വിട പറയുന്നതിന് മുമ്പ് 3 വസ്തുക്കൾ നിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന് കാണിക്കും, നിന്റെ മുന്നിൽ കൊണ്ടുവന്ന് രൂപപ്പെടുത്തും. قال رسول الله صلى الله عليه وسلم إن ابن آدم إذا كان في آخر يوم من أيام الدنيا وأول يوم من أيام الآخرة مثل إليه ماله وولده وعمله. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഈ ദുനിയാവിൽ നിന്ന് വിട പറയുന്നതായ മനുഷ്യന്റെ മുന്നിലേക്ക്, അവന്റെ മുന്നിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സമ്പത്തിനെ രൂപപ്പെടുത്തുമത്രേ. എപ്പോഴാണത്? ഇദാ കാന ഫീ ആഖിരി യൗമിൻ മിൻ അയ്യാമി ദുനിയ വ അവ്വൽ യൗമിൻ മിൻ അയ്യാമിൽ ആഖിറ. ഈ ദുനിയാവിൽ നിന്നുള്ള ലാസ്റ്റ് ഡേറ്റ് ആഖിറത്തിലേക്കുള്ള ഫസ്റ്റ് ഡേ എത്തിക്കഴിയുമ്പോൾ നിന്റെ മുന്നിലേക്ക് കൊണ്ടുവരും, ഒരു സ്വപ്നത്തിൽ എന്നതുപോലെ. അവന്റെ സമ്പത്ത് മുഴുവനും കൊണ്ടുവന്ന് രൂപപ്പെടുത്തും. ഇങ്ങനെ കൊണ്ട് നമ്മൾ സ്വപ്നത്തിൽ കാണുന്നത് പോലെ ഇങ്ങനെ കൊണ്ടുവന്ന് കാണിക്കാൻ.
എല്ലാം കാണിക്കും. നിന്റെ കച്ചവട സ്ഥാപനങ്ങൾ, നിന്റെ സ്ഥാപനങ്ങളും നിന്റെ ഗ്രോസറികളും നിന്റെ ഷോപ്പിംഗ് മാളുകളും, നീ ഉണ്ടാക്കിയിട്ടുള്ളതാകുന്ന സർവ്വസമ്പാദ്യവും ഏക്കർ കണക്കിനുള്ളതാകുന്ന റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകളും, നീ വെട്ടിപ്പിടിച്ചതാകുന്ന കുടുംബവും, നീ വെട്ടിപ്പിടിച്ചതാകുന്ന സമ്പാദ്യം മുഴുവനും എല്ലാം അള്ളാഹു കൊണ്ടുവന്ന് കാണിക്കാൻ, മുഴുവൻ കൊണ്ടുവന്ന് നിന്റെ മുന്നിൽ കൊണ്ടുവന്ന് കാണിക്കും. മരിക്കാൻ കിടക്കാൻ അവസാനത്തെ ദിവസം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മരിക്കാൻ കിടക്കുന്ന സഹോദരൻ വിളിച്ചു ചോദിക്കുമത്രേ, സഹോദരിയാണെങ്കിൽ അവളുടെ മുന്നിൽ അവൾ ദുനിയാവിൽ അണിഞ്ഞിരുന്ന ആഭരണങ്ങൾ, അവൾ ലോക്കറിൽ സൂക്ഷിച്ചിരുന്നതാകുന്ന ആർഭാടകരമാകുന്ന ആസ്വാദ്യ വസ്തുക്കൾ സർവ്വതും അവളുടെ മുന്നിൽ കൊണ്ടുവന്ന് കാണിക്കുകയാണ്. അവളുടെ വസ്ത്രങ്ങൾ, അവളുടെ ചെരിപ്പുകൾ, അവൾ ദുനിയാവിൽ ഒരുമിച്ച് കൂട്ടിയതാകുന്ന സർവ്വസമ്പാദ്യവും അവരുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന് പ്രൊസീഡ് ചെയ്യുകയാ. അത് മുന്നിൽ നിർത്തിക്കൊണ്ട് വരുമ്പോ മരിക്കാ കിടക്കുന്ന സഹോദര സഹോദരിമാര് വിളിച്ചു ചോദിക്കുമത്രേ, ഇന്നീ കുന്തു അലൈക്കും ഹരീസാ വലക്കും ശഖീഹാ, അല്ലയോ സമ്പത്തേ സമ്പത്തേ, നിനക്ക് വേണ്ടിയാണ് ഞാൻ കഷ്ടപ്പെട്ടത്, നിന്നോട് വല്ലാതെ അത്യാഗ്രഹമുള്ളവനായിരുന്നു ഞാൻ. അറബിയുടെ ചാട്ടവാറടി കൊണ്ട് മരുഭൂമിയിൽ പൊരുവയലത്ത് കഷ്ടപ്പെട്ടത് നിനക്ക് വേണ്ടിയാണ്. ഈ ദുന്യാവിൽ എത്ര മുതലാളിമാരുടെ, എത്ര യജമാനന്മാരുടെ തെറിയഭിഷേകം കേട്ടതും നിനക്ക് വേണ്ടിയാ. ഇന്നി കുന്തു അലൈക്കും ഹരീസാ, നിന്റെ കാര്യത്തിൽ വല്ലാതെ അത്യാഗ്രഹം പ്രകടിപ്പിച്ചവനായിരുന്നു ഞാൻ. വലക്കും ശഖിയാ, നിന്നോട് വല്ലാതെ ആർത്തിയുള്ളവനായിരുന്നു ഞാൻ. ഒരുപാട് കച്ചവടങ്ങൾ ഞാൻ നടത്തിയിട്ടുണ്ട്, ഒരുപാട് വെട്ടിപ്പിടിച്ചിട്ടുണ്ട് ഞാൻ. ഫമാലി മിൻ നിന്ദിക്കും, മരിക്കാ കിടക്കുന്ന ഈ സന്ദർഭത്തിൽ നിങ്ങൾ എനിക്ക് എന്താണ് നൽകുക? ഈ ദുനിയാവിൽ പലിശയുമായി ബന്ധപ്പെട്ട സഹോദരങ്ങളുണ്ടോ? പലിശയുമായി ജീവിച്ചതാകുന്ന സഹോദരങ്ങളുണ്ടോ? പലിശ തിന്നുകൊണ്ട് നടന്നതാകുന്ന ചെറുപ്പക്കാരുണ്ടോ? 10 ലക്ഷവും 20 ലക്ഷവും ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റിലൂടെ, പലിശയിലൂടെ തിന്നു കൊഴുത്തു നടന്ന ആളുകളുണ്ടോ? മക്കൾക്ക് നൽകിയതാകുന്ന മാതാപിതാക്കളുണ്ടോ? തൗബ ചെയ്യണേ, തൗബ ചെയ്യണേ. ഇതാ മരണം ഇതാ അടുത്തു വന്നിരിക്കുകയാണ്. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, നിന്റെ മുന്നിലേക്ക് കാണിക്കുന്ന സമ്പാദ്യത്തോട് നീ വിളിച്ചു ചോദിക്കുമ്പോ അതാ സമ്പാദ്യം പറയുകയാണ്, നിന്റെ മാലുകൾ വിളിച്ചു പറയുകയാണ്, ഖുദ് മിന്നീ കഫനകാ, നിനക്ക് ഞാൻ നൽകുന്നത് 3 തുണി കഫൻ പുടവ മാത്രമാണ്, 3 തുണി കഫൻ പുടവ മാത്രമാണ്, അതല്ലാതെ മറ്റൊന്നും തന്നെ ഇല്ല എന്ന് ആ സമ്പത്ത് വിളിച്ചു പറയുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. പനമൂരിലുള്ള ആയിരക്കണക്കിന് സഹോദര സഹോദരിമാരോട് കുമ്മനം ഉസ്താദ് ഓർമ്മപ്പെടുത്തുന്നതല്ല, ഇത് ലോകത്തിന്റെ നായകന്റെ അധ്യാപനമാണ്. ചെവിക്കൊള്ളണേ, ഹൃദയത്തിലേറ്റണേ. ഇതൊരു സാധാരണ ഹദീസല്ല. കാരണം ഇനി നിനക്ക് സമ്പാദ്യം വെട്ടിപ്പിടിക്കാൻ, ഹലാലായ സമ്പാദ്യം ഉണ്ടാക്കാൻ സമയമില്ല, സമയമില്ല. മണിക്കൂറുകൾ എണ്ണപ്പെട്ടിരിക്കുകയാണ്. അസ്രായീൽ അലൈഹിസ്സലാം വന്നിരിക്കുകയാണ്. മരിക്കാൻ പോവുകയാണ്, മരിക്കാൻ പോവുകയാണ്. ഇനി നിനക്ക് പിന്നോട്ടില്ല, പിന്നോട്ടില്ല. ഇനി ഒരു തിരിച്ചു പോക്കില്ല, ഇനി ഒരു മടക്കമില്ല. നിന്റെ മുന്നിൽ സമ്പത്ത് വന്ന് നിൽക്കുമ്പോ ആ സമ്പത്തിനോട് ദുനിയാവിൽ മുഴുവനും 60ഉം 70ഉം വയസ്സ് വരെ നീ വെട്ടിപ്പിടിച്ചതാകുന്ന സമ്പത്തിനോട് നീ ചോദിക്കുകയാണ്, എനിക്കെന്താണ് നൽകുക? ഫമാലി മിൻ നിന്ദിക്കും, എന്താണ് നൽകുക എന്ന് ചോദിക്കുമ്പോ സമ്പത്ത് വിളിച്ചു പറയുകയാ, ഖുദ് മിന്നീ കഫനകാ, 3 തുണി കഫൻ പുടവ. ഓക്കെ, അതല്ല വേറൊന്നുമില്ല. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. എന്താണ് അവസ്ഥ? ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പോകുമ്പോ ഒന്നുമില്ല, ഒന്നുമില്ല. ഈ ദുനിയാവില് നമ്മൾ സമ്പാദിച്ച ഒന്നും ഉണ്ടാവൂല. അള്ളാഹു നമ്മുടെ ദർജ ഉയർത്തുമാറാവട്ടെ. ഇൽമിൽ അള്ളാഹു നമുക്ക് നാഫിയ ഇൽമിൽ അള്ളാഹു എത്തി തരട്ടെ. നല്ലതുപോലെ ശ്രദ്ധിക്കും, നല്ലതുപോലെ ശ്രദ്ധിക്കും. ഇതാണ് മരണം എന്ന് പറഞ്ഞാൽ. പോകുമ്പോ ഒന്നും ഉണ്ടാവൂല, വെറും കൈയോടെ പോവാൻ. തീർന്നില്ല. ഇവന്റെ സമ്പത്ത് ഇവനെ കൈയൊഴിയുമ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, മുസ്ല ഇലൈഹി വലദുഹു വലദുഹു, അവന്റെ പ്രിയപ്പെട്ട മക്കളെ
അവന്റെ മുന്നിലേക്ക് കാണിക്കുമത്രേ, അവന്റെ മുന്നിലേക്ക് രൂപപ്പെടുത്തുമത്രേ. മൂത്തവൻ, രണ്ടാമത്തവള്, ഇളയവള്, ഓരോരുത്തർ ഇങ്ങനെ കാണിച്ചു തരും. നീ മരിക്കാൻ കിടക്കാം, നിനക്ക് സമയമില്ല, ഒന്നുമില്ല, നിനക്ക് കൈകാലുകൾ അനക്കാൻ പറ്റൂല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മുസ്ലില ലഹു വലദുഹു, അവന്റെ മക്കളെ അവന്റെ മുന്നിലേക്ക് കാണിച്ചു തരുകയാണ്. വാപ്പ കിടക്കുകയാണ്, മരിക്കാൻ കിടക്കുകയാ, അവസാന ശ്വാസം ഈ ലോകത്ത് നിന്ന് നിലയ്ക്കാൻ പോയാണ്. വാപ്പ തന്റെ പ്രിയപ്പെട്ട മക്കളോട് ചോദിക്കുകയാ, അല്ലയോ പ്രിയപ്പെട്ട മക്കളെ, ഇന്നി കുന്തു അലൈക്കും ശഫീഖാ വലക്കും മുഹാമിയാ, നിങ്ങളോട് വല്ലാതെ കൃപയുള്ളവനായിരുന്നു പാ, നിങ്ങളോട് സ്നേഹമുള്ളവനാണ്, വാത്സല്യമുള്ളവനാണ് യോപ്പാ. വാപ്പമാർക്ക് സ്നേഹമില്ല എന്ന് കരുതുന്ന പൊന്നുമക്കളെ തെറ്റുപറ്റി. ആ വാപ്പ തന്റെ സ്നേഹം പുറത്ത് കാണിക്കുകയില്ല. വാപ്പയ്ക്ക് അങ്ങനെയാണ് ജീവിതം തന്നെ പോകുന്നത്. ജീവിതത്തിന് രണ്ട് അറ്റം കൂട്ടിമുട്ടിക്കാൻ പകലന്തിയോളം പാടത്തും പറമ്പത്തും പട്ടിണി കിടക്കുന്ന ആ പാവപ്പെട്ട മനുഷ്യന് ചിരിക്കാൻ അറിയുകയില്ല. അദ്ദേഹം പൊട്ടിക്കരയുകയാണ്, ഹൃദയം തേങ്ങുകയാണ്. നിനക്ക് സ്നേഹമതിയായി നിന്റെ പ്രിയപ്പെട്ട ഉമ്മയെ തോന്നുമെങ്കിലും നിന്റെ വാപ്പ വലിയ സ്നേഹനിധിയാണ്, സ്നേഹനിധിയാ. വാപ്പ നിന്നെ വല്ലാതെ സ്നേഹിക്കുന്നുണ്ട്. ശ്രദ്ധിക്കണേ യുവാക്കളെ, യുവതികളെ. എത്രയോ ചെറുപ്പക്കാരികളാണ് ഒളിച്ചോടുന്നതാകുന്ന സഹോദരിമാരോട് ആരെങ്കിലും ചോദിച്ചാൽ അവൾ പറയുന്നത്, എന്റെ വീട്ടിൽ എന്റെ വാപ്പ എന്നെ ഇഷ്ടമില്ല, എന്നോട് കൃപയില്ല, എന്നോട് വാപ്പയ്ക്ക് കരുണയില്ല. നീ അറിയുന്നില്ല പൊന്നുമോളെ, നീ കുഞ്ഞായിരുന്ന സന്ദർഭത്തിൽ നിനക്ക് വേണ്ടി എത്ര കഷ്ടപ്പെട്ടവനാണോ പാ, നിനക്ക് വേണ്ടി എത്ര യജമാനന്മാരുടെ തൊരി കേട്ടവനാണോ പാ, എത്ര വഴക്ക് കേട്ടവനാണോ പാ, എത്ര പ്രയാസപ്പെട്ടവനാണോ പാ. പൊരുവയലത്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം നിന്റെ വീട്ടിലേക്ക് അയച്ചു തരുന്ന പാവപ്പെട്ട ഉപ്പയുടെ രോദനം നീ അറിയണേ, ഉപ്പയുടെ വിങ്ങൽ നീ അറിയണേ. ആ ഉപ്പയെ മറന്നുകൊണ്ട് ഇന്നലെ കണ്ട കാമുകന്റെ ബൈക്കിൽ നിന്ന് പിന്നാമ്പുറത്ത് കയറി യാത്ര തിരിക്കുന്ന പെങ്ങളെ, പെങ്ങളെ, തൗബ ചെയ്തുകൊണ്ട് ദീനിലേക്ക് തിരിച്ചു വരണേ, പരിശുദ്ധ ഇസ്ലാം മുറുകെ പിടിക്കണേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വാപ്പയതാ വിളിച്ചു ചോദിക്കുകയാ, ഇന്നി കുന്തു അലൈക്കും ശഫീഖാ വലക്കും മുഹാമിയാ. കഴുകന്റെ കണ്ണിൽ നിന്ന് കാത്ത് സംരക്ഷിച്ച് പാതിരാത്രി വരെ ഉറക്കമുളച്ചുകൊണ്ട് കാത്തു നിന്നതായ പാവപ്പെട്ട ഉപ്പയുടെ ദീനരോധനം അറിയാതെ പോകുന്ന ആധുനിക സമൂഹമേ, ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിന്റെ തൊട്ടിലിനടുക്കൽ വന്നുകൊണ്ട് പാതിരാത്രി സമയമായാലും എന്റെ പൊന്നുമോൻ ഇറങ്ങിയോ, പൊന്നുമോൾ ഇറങ്ങിയോ എന്ന് ചോദിച്ച് തൊട്ടിലിൽ കിടക്കുന്ന പൊന്നുമോളെ കടയിൽ നിന്ന് ക്ഷീണിച്ചു വന്ന പ്രിയപ്പെട്ട ഉപ്പ, രക്തത്തിന്റെ നിറം മാറിയിട്ടില്ല, അദ്ദേഹം അതാ കുഞ്ഞിനെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ചുംബനം കൊടുക്കുകയാണ്, കൊടുക്കുകയാ. ആ വാപ്പയുടെ സ്നേഹം തിരിച്ചറിയണേ പൊന്നുമോളെ, തിരിച്ചറിയണേ പൊന്നുമോനെ. നീ അത് തിരിഞ്ഞറിഞ്ഞിട്ടില്ല, നീ തിരിച്ചറിയുന്ന പ്രായം അതല്ല. നീ സ്നേഹം കണ്ടത് ഉമ്മയിൽ നിന്നാ. ആ പാവപ്പെട്ട ഉമ്മയിതാ മരിക്കുന്ന സന്ദർഭത്തിൽ വിളിച്ചു ചോദിക്കുകയാണ്, പൊന്നുമോളെ, പൊന്നുമോനെ, ഇന്നി കുന്തു അലൈക്കും ശഫീഖാ വലക്കും മുഹാമിയാ. ഏത് ഉമ്മയാണ് നിനക്ക് ട്യൂഷൻ ഫീസ് കൊടുക്കാനില്ലെന്ന് പറഞ്ഞപ്പോ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന പൊന്നുമോള്, അതേ +2 പഠിക്കുന്ന പൊന്നുമോള്, MBBS ബിരുദധാരിക്ക് പഠിക്കുന്ന പൊന്നുമോൾ, അവന് ഫീസ് കെട്ടേണ്ട സമയത്ത് കൊടുക്കാനില്ല എന്ന് പറഞ്ഞപ്പോ വാപ്പ മരിച്ചതാകുന്ന കുട്ടിയായിരിക്കാം, ആ കുട്ടിക്ക് വേണ്ടി ഉമ്മ ഇറങ്ങുകയാണ്. അന്യന്റെ അടുക്കളയിൽ എച്ചിൽ പാത്രങ്ങൾ കഴുകിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന
നാണയത്തൊട്ട് കൊണ്ടുവന്ന് തന്റെ പ്രിയപ്പെട്ടതാകുന്ന മക്കളുടെ ഓഫീസിലേക്ക്, സ്കൂൾ അധികരുടെ അടുക്കലേക്ക് കൊടുത്തിട്ട്, എന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ പഠിപ്പിക്കണേ, അറിവ് കൊടുക്കണേ എന്ന് പറഞ്ഞ ഉമ്മ തന്റെ ജീവിതത്തിന്റെ സർവ്വസമയവും മക്കൾക്ക് വേണ്ടി ചെലവഴിച്ചതാകുന്ന മാതാപിതാക്കൾ ഇതാ ചോദിക്കുകയാണ്, എന്താണ് നിങ്ങൾ നൽകുക? ഫമാലി മിൻ നിന്ദിക്കും, ഈ വാപ്പയും ഉമ്മയും മരിക്കാൻ പോകുമ്പോ നിങ്ങൾ എന്താണ് നൽകുക? ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, ഈ ദുനിയാവിൽ മോശപ്പെട്ട നിലയിലേക്ക് പോയ മക്കളില്ലയോ, കള്ളു കുടിച്ചവരില്ലയോ, വ്യഭിചരിച്ചവരില്ലയോ, പ്ലസ് ടുവിന് പഠിക്കുന്ന കുട്ടിയുടെ കയ്യിലേക്ക് ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുത്ത പ്രിയപ്പെട്ട ഉപ്പ, അവള് പിഴയ്ക്കാനുള്ള മാർഗങ്ങൾ തുറന്നു കൊടുത്ത പ്രിയപ്പെട്ട ഉപ്പ, ആ മക്കളിതാ വിളിച്ചു പറയുകയാ, വാപ്പാ ഉമ്മ ഖുദീ മിന്നീ കഫനകി ഖുദീ മിന്നീ നുഅദ്ദീകുമാ ഇലാ ഹുഫറതികുമാ വനുവാരികുമാ. നിങ്ങളെ രണ്ടുപേരെയും കൊണ്ടുപോയി ഖബറിലേക്ക് വെച്ച് മണ്ണിട്ട് മൂടുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. മക്കൾ പറയും അല്ലാഹു ആക്കട്ടെ, അല്ലാഹു ആക്കട്ടെ. എങ്ങനത്തെ മക്കളാ ഇത് പറയാ? അതും പറഞ്ഞുതരാം. ഏത് മക്കളാണെന്നും പറഞ്ഞുതരാം ഇൻഷാ അല്ലാഹ്. മോശപ്പെട്ട മക്കളാണ്. ദുനിയാവിൽ അടിച്ചു പൊളിച്ച് രസിച്ച് രമിക്കാനുള്ളതാകുന്ന സർവ്വ സൗഭാഗ്യങ്ങളും മാതാപിതാക്കൾ മക്കൾക്ക് നൽകും. അല്ലേ? ഇപ്പൊ കണ്ടിട്ടില്ലേ, ഏറ്റവും കൂടുതൽ ബൈക്ക് യാത്ര ചെയ്യുന്ന ആരാണ്? സ്കൂട്ടർ എടുത്തുകൊണ്ട് നടക്കുന്നത് പെൺകുട്ടികളാണ്. ഇതാരെടുത്തു കൊടുത്ത്? ഇത് വാപ്പ എടുത്തു കൊടുത്ത്, അല്ലേ ഭർത്താവ് എടുത്തു കൊടുത്താണ്. നമ്മൾ പറയുമ്പോൾ പറയും മൂലിയാർക്ക് എന്താ കുഴപ്പം, സിയാർക്ക് എന്താ കുഴപ്പം, നമ്മുടെ പെണ്ണുമ്പിള്ള വെക്കാൻ നടക്കുന്ന നിങ്ങൾക്ക് എന്താ കുഴപ്പം, നിങ്ങൾ നോക്കാതിരുന്നാ പോരെ. അതുകൊള്ളാം. ഇന്ന് ബൈക്കിന്റെ പുറത്താണ് എല്ലാവർക്കും ബൈക്ക് വേണം, സ്കൂട്ടർ ബൈക്ക് വേണം, കൊച്ചുകുട്ടികൾ വരെ. അതായത് പ്രായത്തിൽ ഇത് കൊച്ചുകുട്ടികൾ, അവരിൽ കാറാണെങ്കിൽ ഒന്നും കൂടി സേഫ്റ്റിയാണ് സ്ത്രീകൾക്ക്. നിങ്ങൾ എടുത്തു കൊടുക്കുകയാണെങ്കിൽ അൽഹംദുലില്ലാഹ് അത് എടുത്തു കൊടുത്തു, വളരെ ഹൈറാണ്. ഇത് കൊച്ചുകുട്ടികളുടെ കയ്യിലേക്ക് 8ൽ പഠിക്കുന്നതും 10ൽ പഠിക്കുന്നതും കുട്ടികളുടെ കയ്യിലേക്ക് ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ. എന്നിട്ട് കുട്ടിക്ക് ഇന്റർനെറ്റ് കണക്ഷനും കൊടുക്കും. കുട്ടി അതിലൂടെ ചാറ്റിംഗ് ആണ് പാതിരാത്രി സമയം മുഴുവൻ. അവസാനം വാപ്പ ഓടി വരികയാണ്, എന്റെ പൊന്നുമോളെ വിളിച്ചോടിപ്പോയി. ആരുടെ കൂടെ? ഇന്ന ആളുടെ കൂടെ വിളിച്ചോടിപ്പോയി, ഇതര സമുദായത്തിലെ സഹോദരനോടൊപ്പം. എന്താ കാര്യം? അത് മൊബൈൽ ഫോണിലൂടെ വിളിയും കാര്യങ്ങളും അങ്ങനെയുള്ള കേസുണ്ട്. ഈ മൊബൈൽ ഫോൺ ഏതാ? വാപ്പ വാങ്ങിച്ചു കൊടുത്താണ്. ഇതാണ് അവസ്ഥ. എന്നാ പിന്നെ ഒന്നുമില്ല, കൈ കുടിച്ചു ഒരു കുലുക്കി സബത്ത് തന്നിട്ട് കുടിച്ചോണ്ട് വയ്ക്കും. അതേ ഉള്ളൂ, വേറെ ദിക്ർ ഔറാദും ഒന്നുമില്ല. എന്ത് കൊടുക്കാൻ എല്ലാം കഴിയും. ഇതെല്ലാം വാപ്പമാരെ തന്നെ ചെയ്തു കൊടുത്തിരിക്കുകയാണ്. മക്കള് +2 ജയിച്ചു കഴിഞ്ഞാൽ വാഹനം, 10ാം ക്ലാസ് ജയിച്ചു കഴിഞ്ഞാൽ കൂടിയ മൊബൈൽ ഫോൺ. ഇതെല്ലാം ഇന്നത്തെ തരംഗം. ആരുടെ കയ്യിലാണ് ഇല്ലാത്തത്? ഏത് വീട്ടിലാണ് ഇല്ലാത്തത്? വാട്സാപ്പിന്റെ ഒരു യുഗം. വാട്സാപ്പിലൂടെ എന്തും സമൂഹത്തിൽ നടക്കുന്നതാകുന്ന പാവങ്ങളുടെ അഭിമാനത്തെ ശതം വരുത്താൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വർത്തമാന മീഡിയയായി മാറിയിരിക്കുകയാണ് വാട്സാപ്പ്. അതിലിങ്ങനെ പരസ്പരം ഇന്ന ആചാര്യ, ഇന്ന ആള്, ഇന്ന മൂല്യാര്, ഇന്ന മുത്തല്യമ, ഇന്ന ആള്, ഇങ്ങനെ ഓരോരുത്തരെ കുറിച്ച് അങ്ങ് എഴുതി വിടാം. ആരെന്താ ഒന്നും അറിയില്ല. ജനങ്ങൾ മൊത്തം ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുക. മൊത്തത്തിൽ ഇങ്ങനെ ഇതിനു വേണ്ടി ഉപയോഗിക്കുകയാണ്. നഊദു ബില്ലാഹി, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. എത്രയോ ദീനിയായ മസലകൾ പഠിക്കാം. ഇതേ വാട്സാപ്പ് തന്നെ എത്രയോ ആലിമീങ്ങളുടെ കൂട്ടായ്മയുണ്ട്, ഇൽമുകൾ ചർച്ച ചെയ്യുന്നതുണ്ട്. ദീനിന്റെ മാർഗത്തിലേക്ക് നൂതനമായ നല്ല നല്ല ആശയങ്ങളും ആദർശങ്ങളും പങ്കുവെക്കുന്നവരുണ്ട്. നമ്മുടെ കുടുംബ പശ്ചാത്തലങ്ങൾ അങ്ങനെ കൊണ്ടുപോയിക്കൂടെ? എന്തിനീ മോശപ്പെട്ട തലത്തിലേക്ക് പോകുന്നു? എന്തിനീ കൊച്ചുകുട്ടികളുടെ കയ്യിലേക്ക് ഇത്തരത്തിലുള്ള മൊബൈൽ ഫോണുകൾ വാങ്ങിച്ചു കൊടുക്കുന്നു? ജനിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു വയസ്സാകുന്നതിന് മുമ്പ് തന്നെ പാട്ട് കേൾപ്പിച്ചു കൊടുക്കാൻ. കുട്ടികൾക്ക് പറ്റിയ പാട്ടുണ്ടാവും, അതിലൂടെ തുടങ്ങുന്നു. പിന്നെ 2 വയസ്സെത്തുമ്പോൾ കുട്ടി തന്നെ മൊബൈൽ എടുത്ത് കളിക്കുകയാണ്. ഇത് കൊടുത്തില്ല അവന് പിടിവാശിയാണ്. കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് മാതാപിതാക്കൾ ഇത് വെച്ചിട്ട് തന്നെ. ഇങ്ങനെ ഒരു യുഗത്തിലേക്ക് ഈ കാലഘട്ടം പോയിരിക്കുകയാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. പിന്നങ്ങനെ ആ മക്കൾ നാളെ ആഖിറത്തിലേക്ക് നീ പോകുമ്പോ, ഖബർ എന്ന് പറയുന്ന ഭയാനകമാകുന്ന ജീവിതത്തിലേക്ക് യാത്ര തിരിക്കുമ്പോ, എങ്ങനെയാണ് നിന്റെ പ്രിയപ്പെട്ട മക്കൾ നിനക്ക് സാന്ത്വനം നൽകുന്ന വചനം പറയാ? അവർ തീർച്ചയായിട്ടും പറയും, നുഅദ്ദീകുമാ ഇലാ ഹുഫറതികുമാ വനുവാരികുമാ. നിങ്ങളെ കൊണ്ടുപോയി ഖബറിനകത്ത് വെച്ച് മണ്ണിട്ട് മൂടുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. മക്കൾ പറയും അള്ളാഹു ആക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, തീർന്നില്ല. മൂന്നാമതായവന്റെ മുന്നിലേക്ക് കടന്നു വരുന്നത് വഅമലുഹു അവന്റെ അമലാണ്, അവന്റെ സുഹൃതമാണ്.
അവൻ ജീവിതത്തിൽ ചെയ്തിട്ടുള്ളതാകുന്ന സർവ്വ നന്മകളും അവന്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന് കാണിക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അമല് കൂട്ടണം. അതുകൊണ്ട് അമല് കൂട്ടണം. നമ്മുടെ ദീനിയാത്ത് നമുക്ക് ഉറപ്പായി. എന്താ ദീനിയാത്ത് എന്ന് പറഞ്ഞാൽ ഹിദായത്ത്. ഹിദായത്ത് നമ്മൾ ഉറപ്പിച്ച് ഇനി അമലിയാത്തിലേക്ക് നമ്മൾ കൂടുതൽ മുൻഗണന കൊടുക്കണം. അതാണ് നമുക്ക് കുറവ് വന്നിട്ടുള്ളത്. അതിലൂടെ നമ്മൾ ആ ഹിദായത്ത് നിലനിർത്തുകയും വേണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മുസ്ലിലൈഹി അമലുഹു, അവന്റെ മുന്നിലേക്ക് അവന്റെ അമലിനെ കൊണ്ടുവന്ന് കാണിക്കുമ്പോ അവനതാ വിളിച്ചു ചോദിക്കുകയാണ്, എനിക്ക് വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് ഉറക്കമൊഴിച്ചവനല്ലയോ, തഹജ്ജുദ് നമസ്കരിച്ചവനല്ലയോ, ഖുർആൻ ഓതിയവനല്ലയോ? ഉടനെ അവന്റെ മുന്നിലേക്ക് അതാ ഒരു മനുഷ്യന്റെ കോലത്തിൽ രൂപത്തിലേക്ക് അമല് വന്നുകൊണ്ട് അവനോട് പറയുമത്രേ, നീ പേടിക്കണ്ട, പേടിക്കണ്ട, ഇന്നാ കുന്നാ മഅകും ശുഫാ ഫീ കുല്ലി മകാൻ. ഈ ദുനിയാവിൽ നിന്ന് നീ മരിക്കുന്ന സന്ദർഭത്തിലും 6 അടി മണ്ണിന്റെ ഇരുട്ടറയിലും നാളെ മഹ്ശറിലും അവിടെ നടക്കുന്ന വിചാരണയിലുമെല്ലാം നിന്നോടൊപ്പം ഞങ്ങളുണ്ടാകുമേ, നീ പേടിക്കണ്ട, പേടിക്കണ്ട എന്ന് അവന്റെ അമല് വിളിച്ചു പറയുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. ഈ ദുനിയാവിൽ കള്ളു കുടിച്ചവനാണ് എങ്കിൽ, ഈ ദുനിയാവിൽ വ്യഭിചരിച്ചവനാണ് എങ്കിൽ, ഈ ദുനിയാവിൽ അശ്ലീലതയേക്ക് തന്റെ കണ്ണുകളെ കൊണ്ടുപോയവനാണ് എങ്കിൽ അവൻ ഒരിക്കലും തന്നെ അമലുകൾ കൂടെയില്ല. അവന് അമലെന്ന് പറയാനില്ല. മോശപ്പെട്ടതാകുന്ന പ്രവർത്തകനാണുള്ളത്. അതുകൊണ്ട് തന്നെ അവനൊരു ശുപാർശയില്ല, ഒരു രക്ഷയുടെ കവാടവും അവനില്ല. ഈ ദുനിയാവിൽ നീ ഓതിയ ഖുർആൻ, പരിശുദ്ധ ഖുർആൻ, നമ്മളിൽ എത്ര പേര് പരിശുദ്ധ ഖുർആൻ ഓതുന്നവരുണ്ട്? ഖബറിൽ വലിയ വെളിച്ചം കിട്ടുന്ന സംഗതിയാണ്. നിസാര സംഗതിയല്ല, ചെറിയ സംഗതിയല്ല. കരുനാഗപ്പള്ളിയിലെ തുപ്പാശ്ശേരി ഉപ്പാപ്പ എന്നറിയപ്പെടുന്ന കൊട്ടുകാട് ജമാഅത്തിലുള്ള സഹോദരനും എല്ലാ മാസത്തിലും 5 ഖത്തം തീർക്കുമായിരുന്നു. എല്ലാ മാസത്തിലും 5 ഖത്തം. നമ്മളിൽ ഉണ്ടാവും അങ്ങനെ പലരും. അള്ളാഹുവിന്റെ ദറജ ഉയർത്തുമാറാവട്ടെ. പരിശുദ്ധ ഖുർആൻ. അദ്ദേഹം മരിക്കുമ്പോൾ 102 വയസ്സ്. മരിച്ചതെന്നാണ് ഇക്കഴിഞ്ഞ ആശുറായിന്റെ സുദിനത്തിൽ. ഇത് സഫർ തീരുന്നു. ഇക്കഴിഞ്ഞ മുഹറം 10-നാണ് അദ്ദേഹം മരണപ്പെട്ടത്. അള്ളാഹു അദ്ദേഹത്തിന് ദറജ ഉയർത്തുമാറാവട്ടെ. മരിക്കുമ്പോൾ അദ്ദേഹത്തിന് 100-ൽ പരം വയസ്സ്. ആ വയസ്സിലും അള്ളാഹുവിന്റെ പള്ളിയിൽ, കൊട്ടുകാട് ജമാഅത്തിൽ ജുമുഅ പള്ളിയിൽ കൃത്യമായി അദ്ദേഹം വരും. റമദാനിൽ തന്നെ അദ്ദേഹത്തിന്റെ ചര്യയെ കുറിച്ച് തന്നെ വലിയ വീഡിയോ ഇറങ്ങിയിരുന്നു, വൈറലായിരുന്നു. വല്ലാത്തൊരു വീഡിയോ ആയിരുന്നു. കാരണം രാത്രിയിൽ 2:30 മണിക്ക് അദ്ദേഹം കൃത്യമായി അലാറം വെച്ച് എഴുന്നേക്കും. കൃത്യമായി എഴുന്നേക്കും. എഴുന്നേറ്റത്തിൽ പരിശുദ്ധമായ ഖുർആൻ ഓതും. തഹജ്ജുദ് നമസ്കാരത്തിന് ശേഷം ഖുർആൻ പാരായണം. സുബഹി വരെ ഖുർആൻ പാരായണം. സുബഹിക്ക് ബാങ്ക് വിളിക്കുമ്പോൾ തന്റെ ഇളയ മകന്റെ കൂടെ നേരെ ബൈക്കിൽ കയറി പള്ളിയിൽ വരും, കൊട്ടുകാട് ജുമാഅത്ത് പള്ളി. ഇതിനിടയിൽ വേറെ തൈക്കാവുകളുണ്ട്, നിസ്കാരപ്പള്ളിയുണ്ട്, അവിടെ ഇറങ്ങൂല. നേരെ ജുമാഅത്ത് പള്ളിയിൽ തന്നെ വരും. അതെന്തുകൊണ്ടാണ്? ചർച്ചയുണ്ട് ഉലമാക്കൾക്കിടയിൽ. ജുമാഅത്ത് പള്ളിയാണോ അതല്ല തൈക്കാവുകളാണോ നിസ്കാരപ്പള്ളിയാണോ ഇഅ്തികാഫ് ഇരിക്കാൻ ഏറ്റവും പുണ്യം? ഉലമാക്കൾ പ്രബലപ്പെടുത്തിയത് ജുമാഅത്ത് പള്ളിയാണ്. അതുകൊണ്ട് അദ്ദേഹം നേരെ ജുമാഅത്ത് പള്ളിയിൽ വരുന്നു. പള്ളിയിലെത്തി സുബഹി നമസ്കരിക്കുന്നു. സുബഹി നമസ്കാരം കഴിഞ്ഞ് ദിക്റും ഔറാദും ഖുർആനും അങ്ങോട്ട് തുടങ്ങാണ്. വീണ്ടും റമദാനായി കഴിഞ്ഞാൽ പിന്നെ വീട്ടിലേക്ക് പോക്കില്ല. മഗ്രിബ് വരെ പരിശുദ്ധ ഖുർആൻ അവിടെ ഇരുന്ന് അങ്ങനെ ഓതുകയാണ്. ഇതിനിടയിൽ മൂത്രമൊഴിക്കുന്നു, വെളിയിൽ പോകുന്നു, വീണ്ടും ഒതു കൊടുത്ത് പള്ളിയിൽ കയറുന്നു, ഇഅ്തികാഫിന് നിയ്യത്ത് വെച്ച് വീണ്ടും കൂടുകയാണ്. ഖുർആൻ ഓത്ത് തന്നെ. മഗ്രിബ് നമസ്കാരം കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ വീട്ടിലേക്കൊന്ന് പോയി ഇശാ ബാങ്ക് വിളിക്കുമ്പോൾ വീണ്ടും തിരിച്ചു വന്ന് തറാവീഹ് നമസ്കാരം അത് കഴിഞ്ഞ് 10-10:30 മൗലൂദുകളൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുന്നു. ഇതെവിടെയുള്ളതാ? ഇത് ലോകത്തിന്റെ അങ്ങേയറ്റത്തുള്ള ഒരു വലിയൊരു ആലിമിന്റെ കഥയൊന്നുമല്ല ഈ പറയുന്നത്. ഒരു സാധാരണക്കാരന്റെ കഥയാണ് ഈ പറയുന്നത്. ഒരു സാധാരണക്കാരൻ. അദ്ദേഹം ഈ കഴിഞ്ഞ ആശുറാഇന്റെ ദിനത്തിലാണ് മരണപ്പെട്ടു പോയത്. 100 വയസ്സ് വരെ അദ്ദേഹത്തിന് അങ്ങനെ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ കൊപ്ര കച്ചവടമായിരുന്നു അദ്ദേഹത്തിന്. സാധാരണക്കാരൻ, വെറും സാധാരണക്കാരൻ, കൊപ്ര കച്ചവടം. നമുക്ക് എത്രയോ സമയമുണ്ട്. നമ്മൾ എന്തിനു വേണ്ടി വിനിയോഗിക്കുന്നു ചിന്തിച്ചു നോക്ക്. പരിശുദ്ധ ഖുർആൻ ആരാണ് ഓതുന്നത്? ഖബറിൽ പ്രകാശമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ച പരിശുദ്ധമായ ഖുർആൻ ആരാണ് ഓതുന്നത്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയാണ്, യുദ്ഫഉൻ മുസ്തമിൽ ഖുർആൻ ബൽ വദ്ദുനിയാ വഅതാലിൽ ഖുർആൻ ബൽ വൽ ആഖിറ.
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പരിശുദ്ധമായ ഖുർആൻ ആരൊരുവൻ കേൾക്കുന്നുണ്ടോ, പരിശുദ്ധമായ ഖുർആൻ ആരൊരുവൻ കേൾക്കാൻ തയ്യാറായിട്ടുണ്ടോ, വിശുദ്ധ ഖുർആനുമായി ഹൃദയബന്ധം ആർക്കുണ്ടോ, അവൻ തീർച്ചയായിട്ടും ഭൗതിക ലോകത്ത് അവൻ എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും ഇടങ്ങേറുകളിൽ നിന്നും സുരക്ഷിതനാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി. പാതിരാത്രി സമയത്ത് ഹെഡ്സെറ്റ് വെച്ചുകൊണ്ട് അശ്ലീലമായ സിനിമാ ഗാനങ്ങൾ കേൾക്കുന്ന ചെറുപ്പക്കാരില്ലയോ? ബസ്സിലേക്ക് കയറിയാലും ട്രെയിനിലേക്ക് കയറിയാലും വീട്ടിൽ നിറങ്ങിയാലും കൊച്ചുകുട്ടികളുടെ കാതിൽ പോലും ഇന്ന് ഹെഡ്സെറ്റ് ആകുന്ന യുഗത്തിലേക്ക് ഇന്നത്തെ മുസ്ലിം യുവതലമുറ മാറിയില്ലയോ? യുവതികൾ മാറിയില്ലയോ? നഊദു ബില്ലാഹ്. ഇത് വാപ്പ പോലും ഒന്ന് മാറ്റാൻ തയ്യാറാവുന്നില്ല, സഹോദരങ്ങൾ കണ്ടാലും അത് മാറ്റാൻ തയ്യാറാവുന്നില്ല. എവിടെയാണ് എത്തിച്ചേർന്നിരിക്കുന്നത്? സമൂഹമേ ഖേദിക്കണേ. മരണമുണ്ടെന്നുള്ള ചിന്ത നിനക്കില്ലയോ? ഖബറിലേക്ക് എത്തിപ്പെടുമെന്നുള്ള ഓർമ്മയില്ലയോ? പകലും പാതിരാത്രി സമയത്തും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും അവസാനം കടന്നുറങ്ങുന്ന സമയത്ത് പോലും വിശുദ്ധ ഖുർആൻ കേട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ, പരിശുദ്ധമാക്കപ്പെട്ട ദിക്റുകളും ഔറാദുകളും ഇബാദത്തുകളുമായി കഴിഞ്ഞുകൂടേണ്ട മനുഷ്യന്, ഖുർആൻ ഒരു പേജെങ്കിലും ഓതിയിട്ട് ഉറങ്ങേണ്ട മനുഷ്യൻ ഹെഡ്സെറ്റ് വെച്ചുകൊണ്ട് സിനിമാ പാട്ടുകൾ കേൾക്കുകയാണ്. ഉറങ്ങുന്നതിന് മുമ്പ് സീരിയൽ കണ്ടുകൊണ്ട് ഉറങ്ങുന്ന പെങ്ങളെ, ആ ഇരുത്തത്തിൽ അസ്റായീൽ അലൈഹിസ്സലാം കടന്നു വന്നാൽ നിന്റെ ശരീരത്തിൽ ആത്മാവിനെ എവിടേക്കാണ് കൊണ്ടുപോകുക? നഊദു ബില്ലാഹ്. കണ്ണൂർ ജില്ലയിലെ പുതിയങ്ങാടി എന്ന് പറയുന്ന പ്രദേശത്ത് തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ വന്നുകൊണ്ട് ഒരു സിനിമയെ കുറിച്ച് വല്ലാതെ കഥ പറഞ്ഞപ്പോ 150 കോടി കിട്ടിയതാകുന്ന ഒരു പടം കാണാൻ, പുലിമുരുകൻ എന്ന പടം കാണാൻ വേണ്ടി പാതിരാത്രി സമയത്ത് സെക്കൻഡ് ഷോയ്ക്ക് ഇശാ നമസ്കാരം കഴിഞ്ഞ് ഒരു ദീനുള്ളതാകുന്ന ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ ആ ദിക്റുകളിൽ കൊണ്ട് ഇബാദത്തുകൾ അനുഷ്ഠിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടിയിരുന്ന ഒരു പാവപ്പെട്ട സഹോദരൻ കൂട്ടുകാരുടെ സമ്മർദ്ദത്തിന് അടിമപ്പെട്ടുകൊണ്ട് ഒറ്റയ്ക്ക് തിയേറ്ററിലേക്ക് പുറപ്പെട്ടുകൊണ്ട് രാത്രിയിൽ ഇരുന്നു കൊണ്ട് സിനിമ കാണുകയാണ്. ആ സിനിമ പൂർത്തീകരിച്ചില്ല. നഊദു ബില്ലാഹ്. അദ്ദേഹത്തിന്റെ ആത്മാവ് അവിടെ വെച്ചുകൊണ്ട് പിടിക്കപ്പെട്ടു അത്രേ. തിയേറ്ററിന്റെ മുന്നിൽ അതാ ബാൽക്കണിയിൽ ഇരുന്നു കൊണ്ട് സിനിമ കണ്ട മനുഷ്യൻ, അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ആത്മാവിന് വേർപെടുത്തപ്പെടുകയാണ്. ആരും അറിയുന്നില്ല. അതേ, എല്ലാം കഴിഞ്ഞുകൊണ്ട് എല്ലാവരും പുറത്തേക്ക് പോയി, സിനിമ കഴിഞ്ഞ് പുറത്തേക്ക് പോയി. അന്നവിടെ സീപ്പർ പോലും കടന്നു വന്നില്ല. രാത്രിയേറെ വൈകിയിട്ടാണ്, 5ാമത്തെ ഷോ ആയിരുന്നു. സർവരും വൈകിപ്പോയി. 12 മണി സമയമായി. എല്ലാവരും തിയേറ്റർ അടച്ചു പോയി. പിറ്റേ ദിവസം രാവിലെ തിയേറ്റർ തൂക്കാൻ വേണ്ടി അവിടെ കിടക്കുന്ന പാൻപരാഗിന്റെ കവറ്, അവിടെ കിടക്കുന്ന സിഗരറ്റിന്റെ കുത്തികള്, അത് തൂത്തെടുക്കാമെന്ന സീപ്പർ വന്നു നോക്കുമ്പോ ബാൽക്കണിയിൽ ഒരു മനുഷ്യൻ കാലിന് മുമ്പിലുള്ള കസേരയിലേക്ക് കയറ്റി വെച്ചുകൊണ്ട് കൈ കണ്ടും കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഏത് മനുഷ്യനാണ് ഇവൻ? നമസ്കരിച്ചവനാണ്, ഇശാ നമസ്കരിച്ച മനുഷ്യനാണ്, അവനെ പള്ളിയിൽ ജമാഅത്തിന് കണ്ട മനുഷ്യനാ. പക്ഷെ അരമണിക്കൂറിന് ശേഷം അതാ സിനിമാ തിയേറ്ററിലേക്ക് പോയി പടം കണ്ടുകൊണ്ടിരുന്നപ്പോ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയില്ലയോ? എത്ര മോശമാണ്. എവിടേക്കാണ് അവന്റെ ആത്മാവിനെ കൊണ്ടുപോയിട്ടുണ്ടാവുക? സിജ്ജീനിലേക്കാണോ അതോ എല്ലീനിലേക്കാണോ? മോശപ്പെട്ട രീതിയിൽ മരണം നമുക്ക് വരരുത് എന്ന് ചിന്തിക്കണ്ടയോ പ്രിയപ്പെട്ട പനൂരിലുള്ള ഉമ്മ? ഇശാ നമസ്കരിച്ചിട്ട് സീരിയൽ കാണുന്ന ഉമ്മ, മഗ്രിബ് നമസ്കരിച്ച് തസ്ബീഹ് പിടിച്ചുകൊണ്ട് സിനിമയുടെ മുന്നിലേക്ക് കയറിയിരിക്കുന്ന പ്രിയപ്പെട്ട ഉപ്പ, ക്രിക്കറ്റ് കളിയും ഫുട്ബോൾ കളിയും കളിച്ചുകൊണ്ടിരിക്കുമ്പോ, അത് കണ്ടുകൊണ്ടും രസിച്ചുകൊണ്ടും ഇരിക്കുമ്പോ ഒരു കാര്യം നിന്റെ മനസ്സിന്റെ അകത്തളത്തിൽ നീ കോറിയിടണേ, ഇതൊന്നും എനിക്ക് ആഖിറത്തിലേക്ക് ഗുണമുള്ളതല്ല. പരിശുദ്ധമായ ഖുർആൻ കൈകൊണ്ട് തൊടണേ. ഇന്ന് നമുക്ക് സ്വന്തമായ ഖുർആൻ എവിടെയാണുള്ളത്? എന്റെ മുന്നിലിരിക്കുന്ന സഹോദരങ്ങൾക്ക് പറയാൻ സാധിക്കുമോ എനിക്ക് സ്വന്തമായ ഖുർആൻ ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? നമ്മുടെ വാപ്പ പറഞ്ഞിരുന്നു എന്റെ ഖുർആനാണടാത്. നമ്മുടെ ഉമ്മ പറഞ്ഞിരുന്നു മോനെ ആ ഖുർആൻ ഇങ്ങെടുക്ക്, അതെന്റെ ഖുർആനാണ് എന്ന് ഉമ്മ പറഞ്ഞിരുന്നു. പക്ഷെ മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പറയാൻ പറ്റുന്നത് പോലെ 5 ജുസ് ഉള്ളതാകുന്ന ഖുർആനുമായി മദ്രസയിലേക്ക് രാവിലെ വാപ്പയുടെയും ഉമ്മയുടെയും കവളത്ത് ചുംബനം കൊടുത്തുകൊണ്ട് ഇറങ്ങിപ്പെടുന്ന പ്രിയപ്പെട്ട മക്കൾക്ക് പറയാൻ പറ്റുന്നത് പോലെ ഇതെന്റെ ഖുർആനാണെന്ന് അവകാശപ്പെടാൻ 20 വയസ്സിന് മുകളിലോട്ട് 50 വയസ്സ് വരെ ഉള്ളവർക്കില്ല. ഇതെന്നെ ഖുർആനാണെന്ന് പറയാൻ നിനക്ക് സ്വന്തമായൊരു ഖുർആനുണ്ടോ? ആ ഖുർആൻ നീ പാരായണം ചെയ്യലുണ്ടോ? എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഒരു മനുഷ്യനെ ഖബറിലേക്ക് കൊണ്ടുപോയി വെച്ച് ആ ഖബറിൽ വെച്ചുകൊണ്ട് അവന്റെ മുന്നിലേക്ക് ഇതാ കടന്നു വരുകയാണ്. ഇന്ന റജുല യൽഖാ സാഹിബഹു, ഖബറിൽ
ഖബറിലേക്ക് ഒരു മനുഷ്യൻ കടന്നു ചെല്ലുമ്പോ അതാ ഖബറിൽ വെച്ചുകൊണ്ടൊരു മനുഷ്യനെ കാണുകയാണ്. ആ മനുഷ്യൻ അവന്റെ മുന്നിലേക്ക് കടന്നു വരുകയാണ്. നല്ല താടിയുള്ളതാകുന്ന രൂപത്തില്, നല്ല തലയെക്കെട്ട് കെട്ടിയതാകുന്ന രൂപത്തില്, വെള്ള വസ്ത്രം ധരിച്ചതാകുന്ന രൂപത്തില്, നല്ലതാകുന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് കടന്നു വന്ന മനുഷ്യൻ, ആ മനുഷ്യൻ ചോദിക്കുമത്രേ, ഹൽ താരിഫുനി, നിനക്കെന്നെ അറിയുമോ, നിനക്കെന്നെ അറിയുമോ? ഫയുഖാലു ലഹു, അവനോട് പറയപ്പെടുമത്രേ, ലാ അരിഫു, എനിക്ക് നിന്നെ അറിയുകയില്ല, എനിക്ക് നിന്നെ മനസ്സിലായിട്ടില്ല. ഒരുപാട് കാലം കഴിഞ്ഞിട്ട് കാണുന്ന ഒരു മനുഷ്യനോട് ചോദിക്കുന്ന പോലെ, ഹൽ താരിഫുനി, നിനക്കെന്നെ അറിയില്ലേ? അവൻ പറയും, ആരിഫുക്ക്, എനിക്കറിയില്ല. എനിക്കറിയില്ലല്ലോ, ആരാണ് നിങ്ങൾ? ചോദിക്കാൻ വീണ്ടും ചോദിക്കും, ഹൽ താരിഫുനി, അറിയില്ലേ? ഫയുഖാലു ലഹു, പറയുമത്രേ, ലാ അരിഫുക, എനിക്ക് നിന്നെ അറിയുകയില്ല. ഫയഖൂലു റജുൽ, ആ മനുഷ്യന് പറയുമത്രേ, അന സാഹിബുകൽ ഖുർആൻ, അന സാഹിബുകൽ ഖുർആൻ അല്ലദീ അളമതുക ഫിൽ ഹവാജിർ വഅസ്ഹർത ലൈലക, പാതിരാത്രി സമയത്ത് ഉറക്കമൊഴിച്ചുകൊണ്ട് നീ ഓതിയതാകുന്ന പരിശുദ്ധമായ ഖുർആനില്ലയോ, ആ വിശുദ്ധമായ ഖുർആനാണ് ഞാൻ, പരിശുദ്ധമായ ഖുർആനാണ് ഞാൻ. എത്രയോ രാവുകളിലാണ്, തണുപ്പുള്ളതാകുന്ന രാവുകളിൽ നീ വധുവെടുത്തുകൊണ്ട് തഹജ്ജുദ് നമസ്കരിച്ചിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് വിശുദ്ധമായ ഖുർആൻ ഓതിയില്ലയോ, ആ ഖുർആനാണ് ഞാൻ. അന സാഹിബുകൽ ഖുർആൻ, ഞാനാണ് നിന്റെ ഖുർആൻ. ഇതൊക്കെ നമുക്ക് പറയാൻ പറ്റുമോ? നമ്മൾ ജീവിതത്തിൽ ഖുർആൻ ഓതിയിട്ടുണ്ട്. ഇന്നത്തെ ദിവസം ഖുർആൻ ഓതി ഒരെത്തവര്, അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അൽ-കഹ്ഫ് സൂറത്ത് പോലും വെള്ളിയാഴ്ച ദിവസം പോലും ഓതാത്തവരായി മാറി. ആരാണ് നമ്മൾ? ഖുർആന്റെ വാഹകരാണ്. അൽ-കഹ്ഫ് സൂറത്ത് കുറഞ്ഞത് 3 പ്രാവശ്യം ഓതണമെന്നാണ് ഇമാം സൈനുദ്ദീൻ മഖ്ദൂം റഹിമഹുല്ലാഹ് ഫത്ഹുൽ മുഈനിൽ രേഖപ്പെടുത്തിയത്. ഒന്ന് വെള്ളിയാഴ്ച രാവ്, മറ്റൊന്ന് വെള്ളിയാഴ്ച സുബഹി കഴിഞ്ഞതിന് ശേഷം, പിന്നൊന്ന് ജുമുഅയ്ക്ക് തൊട്ട് മുമ്പ്. ഇങ്ങനെ 3 രീതിയിലായിട്ട് ഓതി തീർക്കാം. ഒരു പ്രാവശ്യം പോലും ഓതാത്തവരാണ് നമ്മൾ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. എത്ര വലിയ ശ്രേഷ്ഠതയാണ് ആ സൂറത്തുകൾക്കൊക്കെ ഉള്ളത്. ആരാണ് ഇതൊക്കെ ശ്രദ്ധിക്കുന്നവർ? ജീവിതത്തിൽ പരിശുദ്ധമായ ഖുർആൻ ആരാണ് ഓതുന്നവർ? യാസീൻ സൂറത്തും ഒരു സൂറത്തുൽ മുൽക്കും ഒരു ഇദാ വഖഅത്ത് സൂറത്ത് പോലും ഓതാത്ത എത്രയോ ആളുകളുണ്ട്, എത്രയോ കുടുംബങ്ങളുണ്ട്. എന്നാൽ അത് മുറുകെ പിടിക്കുന്ന അൽഹംദുലില്ലാഹ് ഒരുപാട് ആളുകളുമുണ്ട്. അള്ളാഹു നിലനിർത്തുമാറാവട്ടെ. അതുകൊണ്ട് മാത്രമായില്ല, ഖുർആൻ ശരിക്കും ഓതണം നമ്മൾ. ഖുർആൻ നല്ലതുപോലെ നമ്മൾ ഓതണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, യുദ്ഫഉൻ മുസ്തമിൽ ഖുർആനി ബൽ വദുനിയാ, പരിശുദ്ധമായ ഖുർആൻ കേൾക്കുന്നവരില്ലയോ, നീ വാഹനത്തിൽ യാത്ര ചെയ്യുന്നവനല്ലയോ, നീ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന സന്ദർഭത്തിൽ നല്ല ഹെഡ്സെറ്റ് വെച്ചുകൊണ്ട് പരിശുദ്ധമായ വശ്യസുന്ദരമായ ഖുർആനിക ആയത്ത് നീ കേട്ടുകൊണ്ടിരുന്നാൽ ആ യാത്രയിൽ നിനക്ക് അപകടമുണ്ടാവുകയില്ല. ഇത് ലോകത്തിന്റെ നായകന്റെ അധ്യാപനമാണ്. കാറിൽ നീ കാർ റീഡർ പിടിപ്പിച്ചോ, അല്ലെങ്കിൽ നിന്റെ മൊബൈൽ ഫോണിൽ നിന്ന് കാറിലേക്ക് കണക്ട് ചെയ്തിട്ടോ പരിശുദ്ധമായ ഖുർആനോദനെ വഅദുകൾ കേട്ടുകൊണ്ട് യാത്ര ചെയ്യണേ. അങ്ങനെ നീ പോയി കഴിഞ്ഞാലോ, യുദ്ഫഉൻ മുസ്തമിൽ ഖുർആനി ബൽ വദുനിയാ, ഭൗതിക ലോകത്തെ വിപത്തുകളെ തൊട്ട് അല്ലാഹു കാക്കും സയ്യിദുനാ റസൂലുള്ളാഹി. അള്ളാഹു തൗഫീഖ് തരട്ടെ. ആക്സിഡന്റ് ഒന്നും ഉണ്ടാവൂല, നീ നിന്റെ രീതിക്ക് പോകണം. ഇപ്പൊ കണ്ടില്ല, ഓരോ പിള്ളേർ എഞ്ചിനീയറിംഗ് കുട്ടികൾ അല്ലെങ്കിൽ ഇന്ന കുട്ടികളൊക്കെ ഒക്കെ മറിയുന്നു, അവിടെ മറിയുന്നു. എന്താ സംഭവം? ജിമിക്കി കമ്മൽ തുള്ളിച്ചാടിക്കൊണ്ട് പോയിട്ടാ. അള്ളാഹു ആക്കട്ടെ. അല്ലാതെ ഇവിടെ ദീനിന്റെ ആൾക്കാർ ഏതെങ്കിലും സിയാറത്തിന് പോയവരോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇൽമിന്റെ മേഖലകൾക്ക് പോയവരോ ആരെങ്കിലും കൊക്കെ മറിഞ്ഞിട്ട് പോയിട്ടുണ്ടോ? പോയിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിക്കാത്തത് എന്ത്? കാരണം എന്താ? അവരാ വണ്ടിയിൽ എന്താണ് സ്വലാത്ത് ചൊല്ലിക്കൊണ്ടായിരിക്കുമ്പോ, ദിക്ർ ചൊല്ലിയിട്ടായിരിക്കുമ്പോ. മറ്റേത് ജിമിക്കി കമ്മലേട്ടാ പോയത്. അള്ളാഹു ആക്കട്ടെ. അപ്പൊ കമ്മലിട്ട് കൊടുക്കും, താഴോട്ട് കൊക്കയിലോട്ട് മറിഞ്ഞു. അള്ളാഹു ആക്കട്ടെ. ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ്. യാത്രയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാ. വണ്ടിയിലോട്ട് കയറിയ ഉടനെ ഇത് വാതിൻ്റെയാണ്, ഇത് മാറ്റി ഖുർആനൊത്തൊന്നും വേണ്ട, വേറെ പാട്ട് വല്ലതും കണ്ടിട്ട് പാട്ടിട്ടിട്ട് എല്ലാവർക്കും അടിച്ചു പൊളിച്ചു പോകണം. ഒരു വണ്ടി എടുത്ത എല്ലാവർക്കും പിന്നെ അതാ രസം. സിനിമാപ്പാട്ട് വേണം. ഉസ്താദിനെ എങ്ങനെയെങ്കിലും ദ്വാരക്കാൻ വേണ്ടി കൂടെ കയറ്റുമ്പോൾ ഓളിയും കുറച്ച് പാടും, അത് ഓഫ് പാട്ട് ഉസ്താദിന് വേണ്ടി പ്രത്യേകം ഡെഡിക്കേറ്റ് ചെയ്ത ഒരു വാതിലിട്ട് കൊടുക്കും. ഉസ്താദേ ഇത് കേട്ടു നോക്കി, ഭയങ്കര സംഭവമായിട്ട്. തൊട്ടിപ്പുറത്ത് ഉസ്താദ് നോക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ക്യാസറ്റുകൾ ഏതാ, ഓരോ സിനിമയുടെ ക്യാസറ്റ് മൊത്തം ഇവിടെ ഇരിപ്പുണ്ട്.
മിക്കവരുടെ വീട്ടിലോട്ട് കയറി ചെന്നാൽ മതിയല്ലോ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എന്താണ് സ്ഥിതി? അള്ളാഹു നമ്മളെ നന്നാക്കുമാറാവട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വഅൻതാലിൽ ഖുർആനി ബൽ വൽ ആഖിറ. ആഖിറമാകുന്ന ഖബർ ജീവിതം മുതൽ നിനക്ക് രക്ഷപ്പെടണോ ഖബർ മുതലയോ ആഖിറം തുടങ്ങുന്നത്. അവിടെ മുതൽ നിനക്ക് രക്ഷപ്പെടണോ പരിശുദ്ധമായ ഖുർആൻ നീ ഓതണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതണം. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് കടന്നു വന്നുകൊണ്ട് ഒരു മനുഷ്യൻ ചോദിക്കുകയാണ്, അയ്യുൽ അമാലി അഹബ്ബു ഇലല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ഏതാണ് നബിയേ? അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ഏതാണ് നബിയേ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അൽ ഹാൽ വൽ മുർതഹീൽ, അൽ ഹാൽ വൽ മുർതഹീൽ. അൽ ഹാൽ വൽ മുർതഹീൽ, ഹാലിൽ നടക്കലാണ്. എന്താ ഹാല് മുർതഹീൽ? ഫഖീല, നബി തങ്ങളോട് ചോദിക്കപ്പെടുകയാണ്, വമൽ ഹാലു വൽ മുർതഹീൽ, എന്താണ് ഹാൽ എന്ന് പറഞ്ഞാൽ, എന്താണ് മുർതഹീൽ എന്ന് പറഞ്ഞാൽ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ മറുപടി കൊടുത്തു അത്രേ, ഇദാ ഖതമ ഖതമതൻ ഇസ്തഅനഫ ഖതമതൻ ഉഖറാ. പരിശുദ്ധമായ ഖുർആൻ ഒരു പ്രാവശ്യം ഓതി തീർത്താൽ വീണ്ടും ഖുർആൻ തുടങ്ങി വെക്കുന്നവരാണ്, വീണ്ടും ഫാത്തിഹ സൂറത്ത് മുതൽ തുടങ്ങുന്നവരാണ്, വീണ്ടും ഖുർആൻ തീർക്കുന്നവരാണ്, വീണ്ടും ഫാത്തിഹ മുതൽ തുടങ്ങി വെക്കുന്നവരാണ്, വീണ്ടും ഖത്മ് തീർക്കുന്നവരാണ്, വീണ്ടും ഫാത്തിഹ മുതൽ തുടങ്ങി വെക്കുന്നവരാണ്. ഇങ്ങനെ ചെയ്യുന്നതാകുന്ന ആളിനെ അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ ഖബറിലേക്ക് വരുന്ന മനുഷ്യൻ, ഖബറിൽ വരുന്നതാകുന്ന മനുഷ്യൻ ഒരു മനുഷ്യനെ കാണുകയാണ്. അവിടെ അതാ ഒരു മനുഷ്യന്റെ കോലത്തിൽ നിൽക്കുകയാണ്. ആ മനുഷ്യൻ ചോദിക്കുകയാണ്, ഹൽ താരിഫുനി, നിനക്കെന്നെ അറിയില്ലയോ? ഫയുഖാലു ലഹു, പറയപ്പെടും അത്രേ, ലാ അരിഫുകുമാ അരിഫുക്, എനിക്ക് നിന്നെ അറിയില്ല എന്ന് പറയുമ്പോ അവന് പറയുകയാണ്, അന സാഹിബുക്കൽ ഖുർആൻ, ഞാനാണ് നിന്റെ വിശുദ്ധ ഖുർആൻ. നീ ഉറക്കമടിച്ചുകൊണ്ട് ഖുർആൻ ഓതിയത് എന്നെയാണ് നീ പാരായണം ചെയ്തത്. നിന്റെ കൂടെ ഞാനുണ്ട്. ഇനി മുതൽ അങ്ങോട്ടുള്ള എല്ലാ യാത്രകളിലും ഞാനുണ്ട്. വയൂദഉ അലാ റഅസിഹി താജുൽ വഖാർ, അവന്റെ തലയിലേക്ക് വഖാറിന്റെ ഗാംഭീര്യത്തിന്റെ ഒരു കിരീടത്തെ അല്ലാഹു ധരിപ്പിക്കും അത്രേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്താ കാര്യം? ഖുർആൻ ഓതിയവനാണ്, ജീവിതത്തിൽ ഒരുപാട് സുഹൃതങ്ങൾ അനുഷ്ഠിച്ചവനാണ്. അവന്റെ തലയിലേക്ക് ഒരു കിരീടം കൊണ്ട് വെച്ചു കൊടുക്കും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വല്ലാത്ത പ്രകാശമാ പരിശുദ്ധമായ ഖുർആൻ മനഃപാഠമാക്കിയതാകുന്ന മക്കളില്ലയോ? വിശുദ്ധ ഖുർആൻ ജീവിതത്തിൽ ഉൾക്കൊണ്ടുന്ന മക്കളില്ലയോ? എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട മുത്തല്ലിമീങ്ങളെ, ഹിഫ്ള് പഠിക്കുന്നതാകുന്ന പൊന്നുമക്കളെ, ചെറിയ പുണ്യമല്ല ഖുർആൻ ഓതുക എന്നുള്ളത്. ആ മക്കള് രാവിലെ 4 മണിക്ക് എഴുന്നേറ്റുകൊണ്ട് തഹജ്ജുദ് നമസ്കരിച്ചുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ ഓതുകയല്ലയോ? സുബഹി നമസ്കരിച്ചിട്ട് വൈകുന്നേരം വരെ പരിശുദ്ധമായ ഖുർആൻ ഓതുകയല്ലയോ? പുതിയ പാഠവും പഴയ പാഠവും എന്ന നിലയ്ക്ക് ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവരെ ഒരു ചെറിയ സൗഭാഗ്യമല്ല. അല്ലാഹുവിന്റെ കലാമല്ലയോ, പരിശുദ്ധ കലാമല്ലയോ? ആ കലാം ഓതാനുള്ള സൗഭാഗ്യം കിട്ടുക എന്നുള്ളത് ചെറിയ കാര്യമല്ല. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, വയൂദഉ അലാ റഅസിഹി താജുൽ വഖാർ, ഗാംഭീര്യത്താലുള്ള ഒരു കിരീടത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ തലയിലേക്ക് അണിയിക്കുമത്രേ. തീർന്നില്ല. വയൂതാ ബിയമീനിഹി അൽ മുൽക്കു, അവന്റെ വലതു ഭാഗത്ത് ശാശ്വതത്വം രേഖപ്പെടുത്തുകയാണ്. രാജാധികാരം അല്ലാഹു നൽകുകയാണ്. സ്വർഗലോകത്തേക്കുള്ള
രാജാധികാരം അവന്റെ വലത് ഭാഗത്ത് അല്ലാഹു രേഖപ്പെടുത്തുകയാണ്. വൽ ഖുൽദു ബിശിമാലിഹി, ആ സ്വർഗ്ഗലോകത്ത് ശാശ്വതത്വം വസിക്കാനുള്ളതായ സർട്ടിഫിക്കറ്റും അവന്റെ ഖബറിൽ വെച്ച് തന്നെ അല്ലാഹു രേഖപ്പെടുത്തി കൊടുക്കുകയാണ്. തീർന്നില്ല. നാളെ മഹ്ശറിലേക്ക് ഇവനെ കൊണ്ടുപോകുമ്പോ വയുക്സാ വാലിദാഹു ഹുല്ലതൈൻ. ഈ ദുനിയാവിൽ പരിശുദ്ധമായ ഖുർആൻ ഓതിയതാകുന്ന ആളുകൾ, പരിശുദ്ധമായ ഖുർആനിന്റെ വഴികളിലേക്ക് മക്കളെ പറഞ്ഞയച്ചതാകുന്ന മാതാപിതാക്കൾ, ആ മാതാപിതാക്കളെ ക്ഷണിക്കുമത്രേ, മാതാപിതാക്കളെ അല്ലാഹു വിളിക്കുമത്രേ. പനമൂരിലുള്ള എത്രയോ മുത്തഅല്ലിമീങ്ങളുണ്ട്, എത്രയോ ആലിമീങ്ങളുണ്ട്, എത്രയോ ഉഖറവിയായ പണ്ഡിതന്മാരുണ്ട്. അവർക്കെല്ലാവർക്കും തന്നെ ദീനിന്റെ മാർഗത്തിലേക്ക് പറഞ്ഞയച്ചു വിട്ട പ്രിയപ്പെട്ട ഉപ്പമാരെ, ഉമ്മമാരെ, നിങ്ങൾ ഓരോരുത്തരെയും അല്ലാഹു വിളിക്കുകയാണ്. വയുക്സാ വാലിദാ, ആ മാതാപിതാക്കളെ ധരിപ്പിക്കുകയാണ്. ഹുല്ലതൈൻ, സ്വർഗ്ഗലോകത്തെ പട്ടുവസ്ത്രം അല്ലാഹു ധരിപ്പിക്കുമത്രേ. ഈ ദുനിയാവിൽ പുരുഷന് പട്ട് ഹറാമാണ് എങ്കിൽ ആഖിറത്തിലേതാ സ്വർഗ്ഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ സ്വർഗ്ഗലോകത്തെ പട്ടുവസ്ത്രം ആ മാതാപിതാക്കൾക്ക് അല്ലാഹു ധരിപ്പിക്കുമത്രേ. പാവപ്പെടുത്താകുന്ന മാതാപിതാക്കൾ, കൃഷിപ്പണിക്കാരാകുന്ന മാതാപിതാക്കൾ, അവർ വിളിച്ചു ചോദിക്കുകയാണ് ബിമകുസീനാ ഹാദിഹി യാ അല്ലാഹ്. അല്ലാഹുവേ, പടച്ച റബ്ബേ, ഞങ്ങളെ എന്തിനാണ് ഇത് ധരിപ്പിച്ചത് അല്ലാ? എന്തിനാണ് ഇത് ധരിപ്പിച്ചത് അല്ലാ? ഞങ്ങൾ എന്ത് ചെയ്തതിന്റെ പേരിലാണ് റബ്ബേ? എന്ത് നന്മ ചെയ്തതിന്റെ പേരിലാണ് അല്ലാ ഞങ്ങൾക്ക് ഈ വില കൂടിയ പട്ടുവസ്ത്രം ഞങ്ങൾക്ക് നീ ധരിപ്പിച്ചത് അല്ലാ? അതേ, ചെറിയ വിലയല്ല. ലോകത്തിന്റെ നായകൻ പറയുകയാണ്, ഈ ദുനിയാവിൽ ഒരാൾക്ക് പോലും അതിന്റെ വില നിശ്ചയിക്കാൻ കഴിയുകയില്ലത്രേ. അത്രമാത്രം വില കൂടിയ പട്ടുവസ്ത്രം നാളെ മഹ്ശറിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ മാതാപിതാക്കളുടെ ശരീരത്തിലേക്ക് അല്ലാഹു ധരിപ്പിക്കുകയാണ്. അപ്പോഴാണ് മക്കളോട് മാതാപിതാക്കൾ അല്ലാഹുവിനോട് ചോദിക്കുന്നത്, അല്ലാഹുവേ, ഇതെന്തിനാണ് ഞങ്ങൾക്ക് നീ ധരിപ്പിച്ചത് അല്ലാ? ബിമകുസീനാ ഹാദി ഫയുഖാലു ലഹുമാ, അവർ രണ്ടാളുകളോട് പറയപ്പെടും അത്രേ, ബിഅഖദി വലദികുമാ അൽ ഖുർആൻ, നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ ഖുർആനിന്റെ വഴികളിലേക്ക് തിരിച്ചുവിട്ടത് കൊണ്ടാണ് പനമൂരിലുള്ള പ്രിയപ്പെട്ട ഉമ്മ, പനമൂരിലുള്ള പ്രിയപ്പെട്ട ഉപ്പ നിങ്ങൾക്ക് ഈ വില കൂടിയ പട്ടുവസ്ത്രം ധരിപ്പിക്കുന്നത് എന്ന് പറയപ്പെടുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഖുർആൻ ഓതലെന്നല്ല ചെറിയ കാര്യമല്ല, ഖബർ മുതൽക്ക് അങ്ങോട്ട് കൊടുങ്ങാണ് അതിന്റെ കൂലി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ദുനിയാവിലും കിട്ടും അതിന്റെ പ്രതിഫലം. അതാ പറഞ്ഞു, യുദ്ഫഉ അൻ മുസ്തമിഇൽ ഖുർആനി, ഖുർആൻ കേട്ടുകൊണ്ടിരിക്കുന്നവന് വരെ എന്ത് കിട്ടും? ദുനിയാവിലെ ബലാ മുസീബത്തുകൾ മാറിക്കിട്ടും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഫൈദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഉ ലഹു വഅൻസിതു ലഅല്ലകും തുർഹമൂൻ. പരിശുദ്ധമായ ഖുർആൻ നിങ്ങൾ കേൾക്കുമ്പോൾ അത് സാഗൂതം ശ്രദ്ധ ചരിച്ച് കേൾക്കണേ. മാത്രമല്ല, അങ്ങനെ കേട്ടിരുന്നാലോ അങ്ങനെ മിണ്ടാതിരുന്നാലോ ഖുർആൻ സാഗൂതം കർണപുടം കൊടുത്തുകൊണ്ട് കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് അല്ലാഹുവിന്റെ കാരുണ്യം തീർച്ചയായും ഉണ്ടാകുമത്രേ. ലഅല്ലകും തുർഹമൂൻ, തീർച്ചയായും അല്ലാഹുവിന്റെ കാരുണ്യം ഉണ്ടാകും. അങ്ങനെയാണല്ലോ ഖുർആനിൽ ലഅല്ല എന്ന് പറഞ്ഞാൽ എന്താണ്? ലിത്തഹഖീഖി. ബഹുമാനപ്പെട്ട ഇമാം താജുദ്ദീൻ സുബ്കി റഹിമഹുല്ലാ ജംഉൽ ജവാമിൽ രേഖപ്പെടുത്തിയതാണ്. ഖുർആനിലെ ലഅല്ല എന്ന പദം, ലഅല്ല എന്ന അറബിയിൽ സാധാരണ എന്താണ് പറയുക? ഗ്രാമർ പ്രയോഗം എന്താണ്? ലഅല്ല ആയക്കാം എന്നാണ്. ലഅല്ല ആയക്കാം, ലഅല്ലകും തുർഹമൂൻ, നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യപ്പെട്ടേക്കാം എന്നാണ് അർത്ഥം. പക്ഷേ ഖുർആനിൽ ലഅല്ല വന്നു കഴിഞ്ഞാൽ അവിടെ അർത്ഥം മാറും. ലഅല്ല ഖുർആനിൽ വന്നാൽ അവിടെ അർത്ഥം ലിത്തഹഖീഖി, ഉറപ്പായിട്ടും ഉണ്ടാകും, ഉറപ്പായിട്ടും ഉണ്ടാകും. നിങ്ങൾക്ക് ഉറപ്പായിട്ടും അല്ലാഹു കരുണ ചെയ്യും എന്നാണ് അതിന്റെ അർത്ഥം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഖബറിൽ പ്രകാശം കിട്ടുന്ന കാര്യം, ഖബറിൽ രക്ഷപ്പെടുന്ന കാര്യം നമ്മൾ പഠിച്ചു ആദ്യമായി.